അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ കുറച്ച് കാലം വരെയും നമ്മളുടെ കാലിഗ്രാഫി ആർട്ട് സെന്ററിന്റെ കീഴിൽ ഇതുപോലെ മന്ത്ലി ഒരു ലെക്ചർ സീരീസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നടത്താറില്ല. കാരണം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്കൊരു വലിയൊരു ഒരു ഒരു വളരെ ഒരു പ്രിഷ്യസ് ആയ ഒരു ഗസ്റ്റ് തന്നെ ഉണ്ട്. നമ്മളെ പ്രിയപ്പെട്ട ഫൈസൽ ഷാ. അപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫർസാന് അവനൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിനെ പറ്റി ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കാലിഗ്രാഫിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നമുക്ക് അവന്റെ ഒരു ടോക്ക് സെഷൻ, അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് സെഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇപ്പൊ എനിക്ക് തോന്നി ഇത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫൈസൽ ഷാ അദ്ദേഹം ഒരു MA സ്റ്റുഡന്റും കൂടിയാണ് ഹിസ്റ്ററിയിൽ. അപ്പൊ അതുകൊണ്ട് ഏം, എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്നില്ല. ഞാനും ഫർസാനിൽ നിന്നാണ് അദ്ദേഹത്തെ പറ്റി ഏഹ്, അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോക്ക് സെഷന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഫർസാനെ ക്ഷണിക്കാം. ഫർസാനിൽ നിന്ന് നമുക്ക് അവനെ കേൾക്കാം ഇൻഷാ അല്ലാ. ഹലോ, അസ്സാം വലൈക്കും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, സംസാരിച്ചു. ആ. അപ്പോൾ ഇൻഷാല്ല ഇവിടെ അൻഫസ് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഒന്നും പറയാനില്ല. ഫൈസൽ ഷാൻ എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ ഒരു മോയ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയാണ് ഫൈസൽ ഷാനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പിന്നെ MA സ്റ്റുഡന്റ് ആണ്. അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന ആളാണ്. അപ്പോ അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം കാലിഗ്രഫിയെ കുറിച്ച് അന്നൊരു ചർച്ചയിൽ സംസാരിച്ച സമയത്ത് പിന്നെ എനിക്ക് കൗതുകമായിട്ട് തോന്നി. മാത്രമല്ല നമ്മുടെ ഉസ്താദ് ഹസൻ ജലബി ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ പുറമേയുള്ള ഒരാൾ ഇങ്ങനെ കാലിഗ്രഫിയെ സംസാരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന്റെ പുറത്താണ് അൻഫസ് സാറായിട്ട് നമ്മൾ ഈ കാര്യം ഡിസ്കഷൻ ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നടത്തേണ്ട പരിപാടിയായിരുന്നു. പിന്നെ ഇങ്ങനെ തിരക്കുകളായിട്ട് പിന്നെ ലേറ്റ് ആയതാണ്. ഏതായാലും നമ്മൾ ഈ ഒരു കാലിഗ്രഫിന്റെ വിഷയത്തിൽ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഇന്ത്യൻ കാലിഗ്രഫിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പം ഞാനിനി കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം മാത്രമല്ല, ഹെറിറ്റേജ് വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സംരംഭം. അതിന്റെ കോ ഫൗണ്ടറാണ് അദ്ദേഹം. അപ്പം ഈ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ പിന്നെ യാത്ര ചെയ്യുക, ഡിസ്കഷൻ നടത്തുക, അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഹെറിറ്റേജ് വാക്സ് എന്നുള്ള സംഭവം. തഫ്സീർനാമ എന്നുള്ള പേരിലാണത് പിന്നെ അറിയപ്പെടുന്നത്. അപ്പം അതിന്റെ കോ ഫൗണ്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇൻഷാ അള്ളാ അദ്ദേഹം സംസാരിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോ ഈ അവസരം അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിട്ടുകൊടുക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പോ ഫൈസൽ ഷാനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സോ എൻ്റെ പേര് ഫൈസൽ ഷാ. ഞാൻ നിലവിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ PG ആണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ തസ്വീർനാമ ഹെറിറ്റേജ് വർക്ക്സ് എന്നൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യും. സോ ഞാനൊരു PPT തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇപ്പോഴേ സ്ക്രോൾ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ഫൈൻ. സോ എനിക്ക് ഇന്ന് തന്നേക്കുന്ന ടോപ്പിക് കാലിഗ്രഫി കാണുന്നുണ്ടല്ലോ. ഇപ്പോഴേ റൺ ചെയ്യണമെന്നില്ല. അപ്പോ കാലിഗ്രഫി എങ്ങനെയാണ്, ഒന്ന് കാലിഗ്രഫിയുടെ ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് ഇന്ത്യയിൽ ചരിത്രവും കാലിഗ്രഫിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിലവിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കപ്പെടുന്ന, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പ്രചരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വിദ്യാഭ്യാസ ശാഖയാണ് ചരിത്രം. അപ്പോ ജസ്റ്റ് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കാം.
ഓക്കെ ഫൈൻ. സോ എന്താണ് ചരിത്രം? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയൂ, എന്താണ് ചരിത്രം? ആർക്കും പറയാം. റാൻഡായിട്ട് പറഞ്ഞു. ജസ്റ്റ് ഒരു നോർമൽ സെഷൻ അല്ലേ, പേടിക്കൊന്നും വേണ്ടല്ലോ. പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ. എങ്ങനെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ചരിത്രം എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഏതൊരു ആൻസറും പറയാം. ഉദ്ദേശിച്ചത് നമ്മൾ പഠിച്ച ഡെഫിനേഷൻ ആണോ അല്ല നമ്മുടേതായിട്ടുള്ള ഇതാണോ? അല്ല, ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൽ വരുന്നത്? Okay, അല്ല എന്താണ് പറഞ്ഞു. ഇന്നലകളെ കുറിച്ച് ശാസ്ത്രീയപരമായി വസ്തുതാനിഷ്ഠിതമായി പഠിക്കുന്നതാണ് ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നല്ലൊരു ഡെഫിനിഷനാണ്. ഇന്നലകളെ പറ്റി ശാസ്ത്രീയപരമായി ഫാക്ച്വൽ ആയിട്ട് പഠിക്കുന്നതാണ് ചരിത്രം. ഓക്കെ, ഗുഡ്. അപ്പോ ഒരു ക്ലിയർ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും ചരിത്രമാണോ? ലൈക്ക് കോമണേഴ്സ് ഉണ്ട്, സാധാരണക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ എഴുന്നേറ്റു, ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്തു, അല്ലെ പുറത്തു പോയി, ഇതൊക്കെ ചരിത്രമാവോ? ഇല്ല, അതിലെ ഒരു എന്താ പറയാ സ്പെഷ്യൽ, അതായത് ചില സാധാരണ അല്ലാത്ത അസാധാരണമായ സംഭവങ്ങളാണ് ചരിത്രത്തിൽ എപ്പോഴും ഉൾക്കൊള്ളിക്കാറ്. ആരാണ് ഈ ആൻസർ ചെയ്യണത്? എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല കേട്ടോ. ജസ്റ്റ് ആരാണ്, പേരൊന്ന് പറയോ? എന്റെ പേര് ഷുഹൈബ്, ഞാൻ ഈ ബ്രണ്ണൻ കോളേജ് PG ആണ്. ഓക്കെ ഫൈൻ ഫൈൻ, ഷുഹൈബ്. ഓക്കെ, ഷുഹൈബ് പറഞ്ഞത് നല്ലൊരു ഡെഫിനിഷൻ ആണ്. ശരിയാണ്, ഇന്നലകളിലെ പ്രധാനമായ സംഭവങ്ങൾ. ഓക്കെ, ഇത് നല്ലൊരു ഡെഫിനിഷൻ ആണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇന്നലകളിലെ സംഭവ ബഹുലമായ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഇന്നത്തെ ഈ ദിവസം ഫോം ചെയ്യിപ്പിച്ചത്. അതായത് ഇന്നത്തെ ഈ ദിവസം ഉണ്ടല്ലോ, അതായത് ഈ ദിവസത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ചിന്താഗതികള്, അവസ്ഥകള്, ആളുകളുടെ വസ്ത്രധാരണാ രീതി, സംസ്കാരം, അതുപോലെ തന്നെ കല, ഇതിനെയൊക്കെ രൂപപ്പെടുത്തിയ ഘടകങ്ങളെയാണ് ചരിത്രം എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല. ലൈക്ക് ഒരു സ്വിച്ച് ഉണ്ട്, പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഒരു സ്വിച്ച്. അതായത് ബ്രിട്ടീഷുകാർ വരുന്ന വരെ ഇന്ത്യയിലെ ഔദ്യോഗികമായ ഭരണഭാഷ എന്നുള്ളത് പേർഷ്യൻ ആണ്. പേർഷ്യൻ, അതിനെ ഇന്ത്യ ഇൻ ദി പേർഷ്യനേറ്റ് ഏജ് എന്നാണ് റിച്ചാർഡ് ഈറ്റൻ വിളിച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്തു. ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിഫിക്കൽ സ്റ്റഡി വന്നു. ഇന്ത്യ ഹൈലി ഫിലോസഫിക്കൽ ആണ്, സ്പിരിച്വൽ ആണ്. ഇന്ത്യയിലെ അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ ശാഖകളൊക്കെയും തന്നെ അതിന്ന് സയന്റിഫിക് സ്റ്റഡി വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഓട്ടോമൻ തുർക്കി ഇല്ലാതെയാകുന്നു, സയനിസ്റ്റ് രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കും, എന്തിനാ ചരിത്രം പഠിക്കുന്നത്, എന്തിനാ ലൈക്ക് പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ റൂട്ട് കോസുകൾ മനസ്സിലാക്കാതിരിക്കും. ഒരു പ്രശ്നം നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരാൾ എല്ലാ ദിവസവും താമസിച്ചാണ് എഴുന്നേക്കുന്നത്. അപ്പൊ അതിന് അയാള് അലാം വെക്കുന്നു, ഇയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന് ഒരുപാട് കാരണങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടാകും. ലൈക്ക് മൈറ്റ് ബി അയാളുടെ ഡയറ്റ്, അതുപോലെ തന്നെ അയാൾ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ അയാൾ എത്രമാത്രം എക്സോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അയാൾ കിടക്കുന്ന ടൈം, അയാൾ ഫോൺ യൂസ് ചെയ്യുന്ന ടൈം, അയാളുടെ സ്ക്രീൻ ടൈം, ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഇയാൾ ഉറങ്ങുന്ന ഒരു സൈക്കിൾ രൂപപ്പെട്ടേക്കുന്നത്. ഇതിനപ്പുറം ജെനറ്റിക്സ് ഒരു ഘടകമാണ്. അപ്പൊ ആൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെ കുറച്ചുകൂടി ശ്രദ്ധയോടെ പരിപാലിക്കുകയാണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒഴിവാക്കാൻ പറ്റും. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ റൂട്ട് കോസസ് അറിയും. പാത്തോളജി എന്നാണ് അതിന് പറയുന്നത്. ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അതിന് ചിലപ്പോൾ നമ്മളുടെ ഹിസ്റ്ററി ഒക്കെ അവർ പരിശോധിക്കും, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അങ്ങനെ. സോ ദാറ്റ്സ് വാട്ട്. നമ്മൾ ഹിസ്റ്ററി അറിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ഒരു സംഭവമാണ്. ഇനി ഷുഹൈബ് പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ട് വസ്തുനിഷ്ഠമായ പഠനം. ഇപ്പൊ ഞാൻ വെറുതെ രാവിലെ എണീറ്റു, കുറച്ച് ടിപ്പു സുൽത്താനെ കുറിച്ച് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണോ? ജസ്റ്റ് ഞാൻ കുറച്ച് പോസ്റ്റ് എഴുതുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നു, അത് ഔട്ട് ചെയ്യുന്നു, ലൈക്ക് അതാണ് പിന്നെ ചരിത്രം? ശരിക്കും അതാണോ ചരിത്രം? അല്ല. നമുക്ക് ചരിത്രം എന്നുള്ളത് വസ്തുനിഷ്ഠമായിരിക്കണം. ഞാൻ പറയുന്ന കാര്യത്തിനെ തെളിയിക്കാൻ എന്റെ പക്കൽ എന്തുണ്ടാകണം? തെളിവുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഫാക്ട് എനിക്ക് കണ്ടെത്താനും അത് കാണിച്ചു തരാനും പറ്റും. അങ്ങനെ നോക്കുമ്പോൾ
ഈ ചരിത്രത്തില് ഇതിലെ ഒരു രസം എന്താണെന്ന് അറിയോ, എനിക്ക് എന്റെ മുഖത്ത് തന്നെ നോക്കി സംസാരിക്കണ പോലെ തോന്നുന്നു. ഓക്കെ ഫൈൻ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഓൺലൈൻ സെഷൻ എടുക്കുന്നത്. അപ്പൊ ഓൺലൈൻ സെഷൻസ് അത്ര ഭയങ്കര രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ആക്ച്വലി ഞാൻ നിങ്ങളുടെ അടുത്ത് സിൻസിയർലി റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. ലൈക്ക് കഴിവതും ക്യാമറ ഒക്കെ ഓൺ ആക്കാൻ പറ്റുന്നവർ ഓൺ ആക്കി ഇടുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് എൻഗേജിങ് ആയിട്ട് ഇത് പറയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്റെ റൂമിൽ ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നും. ഓപ്പോസിറ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ. സോ എനിവേ ഫൈൻ. ചരിത്രത്തിൽ നമുക്ക് വേണ്ടത് തെളിവുകളാണ്. ഇപ്പോ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ, ബ്രിഡ്ജസ് ആണെങ്കിൽ, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ബുക്കുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചരിത്രപരമായ തെളിവുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ തെളിവുകളുടെ കൂട്ടത്തില് കാലാതീതമായി നിലനിൽക്കപ്പെട്ട തെളിവാണ് കല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സിവിലൈസേഷൻ ആണ് എന്ത്, ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ അതിന്റെ തെളിവുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അധികം ആർട്ടിഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സ്, ഉപകരണങ്ങള്, ചെറിയ കളിപ്പാട്ടങ്ങള്, മുത്തുകള്, കുടങ്ങളുടെ കഷ്ണം, അതിലെഴുതിയ ചിത്രപ്പണികള്, അക്ഷരങ്ങള്, അതുപോലെ ഇതുവരെ ഡിഫൈൻ ചെയ്യാത്ത, ഡെസിഫർ ചെയ്യാത്ത അവരുടെ ഭാഷ. ഇത് ഓരോ കാലഘട്ടം നിങ്ങൾ എടുത്താലും അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ കലയാണ്. അവരുടെ പെയിന്റിങ്ങുകള്, അവരുടെ എഴുത്തുകള്, അവരുടെ പുസ്തകം, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എന്താണ്, കലയാണ്. കലയോട് ചേർത്ത് വെക്കപ്പെട്ട രേഖകള്, കലകൾ, അങ്ങനെ പറയാൻ പറ്റുന്ന ഒന്നാണ്. അതിലെക്കാലവും ഏറ്റവും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വഹിക്കുന്ന ഒരു കല ആണ്, അല്ലെങ്കിൽ ഒരു കലാ സംരംഭമാണ് എന്ത്, കാലിഗ്രഫി എന്നുള്ളത്. കാലിഗ്രഫി എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അറബിക് കാലിഗ്രഫി ആണ്. ലൈക്ക് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അറബിക് കാലിഗ്രഫി ചെയ്യുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ലൈക്ക് നിങ്ങളുടെ ഈ കലയെ ആളുകൾ എപ്പോഴും അതിനൊരു ദൈവിക മൂല്യത്തോടെയാണ് കാണുക. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കലയെ നിങ്ങൾ വളരെ ബഹുമാന ആദരവുകളോട് കൂടി ദൈവികമായി കാണുന്ന ഒരു കലയായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ബഹുമാനക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുവാണെങ്കിൽ ദയവേദി ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ തികച്ചും ഒരു അക്കാഡമിക്കൽ ഫ്രെയിം എന്നാണ് നോക്കി കാണുന്നത്, അല്ലാതെ ഇതിന് മറ്റൊരു വശം ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും അങ്ങനെ തെറ്റുകളോ പ്രശ്നങ്ങളോ തോന്നുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പൊരുത്തപ്പെടുക. സോ അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, സംസാരിച്ചു കേട്ടിരിക്കാലോ. ഓക്കെ ഗുഡ്. ഞാൻ ആദ്യം പറഞ്ഞു ഭാഷ, കല. കലയിൽ തന്നെ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ഇതുവരെയുള്ള സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത അർഹിക്കുന്ന ഒരു കാര്യമാണ് ഭാഷ എന്നുള്ളത്. ഇപ്പം സോഷ്യോളജിയിൽ പറയുന്നത് മനുഷ്യ സമൂഹത്തിനെ തരംതിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ രണ്ടാണ്. ഒന്ന് ഭാഷ, രണ്ട് നിറം. അപ്പൊ ഒന്നെങ്കിൽ ഭാഷ കൊണ്ട് അല്ലെങ്കിൽ നിറം കൊണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡൽഹിയില് ജമാലി ഖമാലി എന്ന് പറയുന്ന രണ്ട് സൂഫി സെയിന്റുകളുടെ അതിലൊരാളുടെ ടൂമ്പുണ്ട്, കബറുണ്ട്. അതിന്റെ സൈഡിൽ ഉള്ള കാലിഗ്രഫിയിൽ എഴുതിയേക്കുന്നത് ലൈക്ക് എന്റെ അടുത്ത് ആ ഒരു പിക്ചർ ഇല്ല. അതായത് ദൈവം പറയാണ്, ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആകാശഭൂമികളെ സംവിധാനിച്ചിരിക്കുന്നു, എന്നിട്ട് അവയെ എന്തുകൊണ്ട് വിഭജിച്ചു, ഭാഷയും നിറവും കൊണ്ട് വിഭജിച്ചു എന്ന് ദൈവം പറയുന്നതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജമാൽ എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനും കമാൽ എന്ന് പറയുന്ന ആള് പേർഷ്യക്കാരനുമാണ്. ഇവര് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും സൂഫികളാണ്. അപ്പൊ ഇവരുടെ സൗഹൃദത്തിനെ പറ്റി പറയുമ്പോൾ ദേവി ഇതിനെയൊക്കെ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു വാക്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സൂക്തത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ആയത്തിൽ ആലമീൻ, ലോകർക്ക് ഇത് പക്ഷെ ഒരു ദൃഷ്ടാന്തമാണെന്ന്. മനുഷ്യന്റെ ഈ ഭാഷ, നിറവൈവിധ്യങ്ങളൊക്കെ ലോകർക്ക് എന്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. കാരണം ഇങ്ങനെ ഇതിന് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മനുഷ്യ സൃഷ്ടിപ്പും സമൂഹവും വളരുന്നെന്നുള്ളത്. ഞാൻ ഭാഷയെ പറ്റി പറഞ്ഞു. ഭാഷ നമ്മൾ ഒരുപാട് തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടാകും. ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകള് അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന വാക്കുകൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന, ഓരോരുത്തരും അതിന് കൊടുക്കുന്ന അർത്ഥവും മൂല്യവും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരുടെയും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്ത്. ഇപ്പൊ നമ്മള് പല ഭാഷയും പല രീതിയിലാണ് എഴുതുന്നത്. ഇപ്പൊ നമ്മുടെ തെന്നിന്ത്യയിലെ അതായത് സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വളവുകൾ കാണാൻ പറ്റും ഭാഷയിൽ. ഇങ്ങനെ ഉരുട്ടി നമ്മൾ സവാള അരിഞ്ഞു വെച്ച പോലെ ഇങ്ങനെ എഴുതി പോകുന്നതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ഇതിൽ നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങളെ പറ്റിയുള്ള വളരെ ഗഹനമായ വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ താളിയോലകളിലാണ് എഴുതുക. അപ്പൊ ഓലകളിൽ എഴുതുന്ന സമയത്ത്
ഒരാണി നാരായം എന്നൊക്കെ പറയും, അതുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചാണ് എഴുതേണ്ടത്. ഈ കുത്തിപ്പിടിച്ച് എഴുതുന്ന സമയത്ത് നേരെയുള്ള വരകൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഓല മുറിഞ്ഞു പോകും. ഈ ഓല മുറിയാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഉരുട്ടി 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 എഴുതുന്നത്. അതായത് എഴുതുന്ന മെറ്റീരിയലിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഭാഷ രൂപപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ അറബിക് കാലിഗ്രഫി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, മറ്റു ഭാഷകളൊക്കെ വലത്ത് നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ അറബി ഭാഷ മാത്രം, അല്ലെങ്കിൽ അറബി സെമറ്റിക് ഭാഷകളിൽ ചിലത് മാത്രം എന്താണ്, വലതു നിന്ന് ഇടത്തോട്ടാണ് എഴുതുക. അതായത് വലത്തേ കൈകൊണ്ട് തുടങ്ങി ഇങ്ങനെ ആയിരിക്കും വരിക. അതിന്റെ കാരണം എന്താന്ന്, അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, നമ്മൾ ഈ ഭാഷകളൊക്കെ താളിയോലകളിലാണ് എഴുതുന്നതെങ്കിൽ അറബ് ഉപദ്വീപില് ഈ ഭാഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളോ മറ്റു ഉപകരണങ്ങളോ ഒന്നും അത്ര സുലഭമായി ലഭിച്ചിരുന്ന ഒരു സ്ഥലമല്ല. അപ്പൊ അതുകൊണ്ട് അവർ അധികം എഴുതുന്നത് കല്ലുകളിലും തോലിലും എല്ലിലൊക്കെ ആയിരിക്കും. അങ്ങനെ എഴുതുന്ന സമയത്ത് അവർ കട്ടിയുള്ള ഒരു ആണി ഉപയോഗിക്കും, എന്നിട്ട് വേറെ കയ്യിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ചുറ്റിക മറ്റോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും. വലത് കൈ ആയിരിക്കുമല്ലോ ചുറ്റിക പിടിക്കാൻ ഏറ്റവും ശക്തമായിട്ട്, അല്ലെങ്കിൽ ഡോമിനന്റ് ഹാൻഡ് വലത് കൈ ആയിരിക്കുമല്ലോ. ഇടത് കയ്യിൽ ഈ ആണി പിടിച്ചിട്ട് അതിങ്ങനെ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും കൊത്തുക. സോ അത് കാരണമാണ് ഇത് എങ്ങനെ വലത്ത് നിന്ന് ഇടത്തേക്ക് വരാനുള്ള കാരണം എന്നുള്ളത്, അങ്ങനെ ഒരു റീസൺ പറയുന്നുണ്ട്. മൈറ്റ് ബി നോട്ട്. സോ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറയുന്നത് അറബിക് കാലിഗ്രഫിയാണ്. അറബി എന്നുള്ള ഭാഷ ഉണ്ടായേക്കുന്നത് നെബാത്തിയൻ ഭാഷകളിൽ നിന്ന്, നെബേഷ്യൻ അല്ലെങ്കിൽ നെബാത്തിയൻ ഭാഷകൾ. അതിൽ അറാമിക് എന്ന അറബി ഭാഷയല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്, അറബി ലിപിയാണ്. അറബി ഭാഷയുടെ ഉത്ഭവം ഭയങ്കര ഹിസ്റ്റോറിക്കലി ലൈക്ക് ഭയങ്കര ഒരു പുകമറയുടെ ഉള്ളിലാണ്. അതിന്റെ ഏത് കാലത്താണ് എങ്ങനെയാണെന്നുള്ളത് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അറബി എഴുത്ത് ലിപിയുടെ ഉത്ഭവം എന്നുള്ളത് നെബാഷിയൻ അല്ലെങ്കിൽ നെബാത്തിയൻ ഭാഷകളിൽ നിന്നാണ്, നെബാത്തിയൻ ലിപികളിൽ നിന്നാണ്. അപ്പൊ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. ഏകദേശം ഒരു 7-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 13-14 നൂറ്റാണ്ടുകളിൽ അതിശക്തമായ അറബ് സാംസ്കാരിക ഇടപെടലുകൾ ഇന്ത്യൻ ഉപദ്വീപിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ചേരമാൻ പെരുമാൾ മസ്ജിദ് കൊടുങ്ങല്ലൂരിലുള്ള, അതുപോലെ തന്നെ മാടായിയിലെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അതേപോലെ തന്നെ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പള്ളികൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അറബി ഭാഷയിൽ കൊടുത്തിട്ടുള്ള ലിപികള്, എഴുത്തുകള്, കാലിഗ്രഫി, ചെറിയ 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 അലങ്കാര പണികൾ, പിന്നെ അറബിയും മലയാളവും ചേർത്ത് എഴുതുന്ന ഒരു രീതി, ഇങ്ങനെ കുറെ സാധനങ്ങൾ കാണിക്കാം. സോ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോർത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുത്തുബ് മിനാർ, താജ്മഹൽ, ഇങ്ങനെ ഒരുപാട് മോണമെന്റ്സ് എടുക്കുമ്പോൾ കാലിഗ്രഫി ഇങ്ങനെ കാണാം. പക്ഷെ എന്താണ് കാലിഗ്രഫിയോട് ഉള്ളതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ചരിത്രപരമായിട്ട് എന്താണ് ഇതിനെ പ്രത്യേകത ഉള്ളതാക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും തോന്നിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഭാഷ എന്ന് പറയുന്ന സാധനം ഇന്ന് വളരെ നോർമലാണ്. ഇപ്പം ഒരു ബുക്ക് കിട്ടുക, ഒരു പേന കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താണ്, വളരെ നോർമലാണ്, ആർക്കും എഴുതാം. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ഏകദേശം 12 മറ്റോ ആണ്, 1 to 12 എവിടെയോ ആണ്, ഐ എം നോട്ട് എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 അപ്പൊ ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എഴുത്തും ഭാഷയും അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയാന്നുള്ളത് എന്താണ്, ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, എഴുതാൻ പറ്റൂ, വായിക്കാനും പറ്റൂ. എല്ലാവർക്കും വായിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് എഴുത്ത് വായന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു വലിയ അസറ്റാണ്, അത് വലിയൊരു സമ്പത്തായിട്ടാണ് പരിഗണിക്കുന്നത്. എഴുത്തും വായന അറിയുന്ന ഒരാളും, ഈവൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ തന്നെ ബദർ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞിട്ട് മക്കയിലുള്ള പ്രവാചകന്റെ ശത്രുക്കളിൽ നിന്ന് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുന്നിൽ വെക്കുന്ന ഒരു നിബന്ധനയാണ് മദീനയിലെ, അതായത് പ്രവാചകനുള്ള പട്ടണത്തില് എഴുത്തും വായനയും അറിയാത്ത 10 കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടാന്നുള്ളത്. സോ എഴുത്തും വായനയും അത്രയും ഒരു ഡൊമിനന്റ് സ്കില്ലായിട്ട് സൊസൈറ്റിയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, കാലിഗ്രഫി വരുന്നത്. ഇതിന്റെ ഒരു ഉത്ഭവം എടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും എഴുത്തും വായന എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഴുത്തും വായനയും എന്നുള്ളതിനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും, എപ്പോഴും ഭരിക്കുന്ന ആൾക്കാരായിരിക്കും അന്ന്. ഇന്ന് അങ്ങനെയല്ല, ഇന്നും ഏറെക്കുറെ അങ്ങനെയാണെങ്കിലും ചില പരിധികളെ അവർക്കുണ്ട് നിലവില്. അത്ര കണ്ട് അതിലേക്ക് ഇറങ്ങി വന്നതിനെ നിയന്ത്രിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല. പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവ് കൊടുക്കുന്ന ഉത്തരവുകൾ അതായിരിക്കും പ്രധാനമായിട്ട് എഴുതുന്നത്. രാജാവിന്റെ മതം, ഇപ്പം നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അശോകന്റെ പില്ലർ എഡിക്ട്സ് അല്ലെങ്കിൽ മധ്യകാലഘട്ടങ്ങളിലെ റോക്ക് എഡിക്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്, രാജാവാണ്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൽഹനന്റെ കൽഹനന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. കൽഹൻ എഴുതിയ ഒരു
രാജതരംഗിണി. താങ്ക് യു. രാജതരംഗിണി കശ്മീരിലെ രാജാക്കന്മാരെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകമാണ്. അങ്ങനെ തുടങ്ങി ആദ്യമായിട്ട് ഇന്ത്യയിൽ എഴുതുന്ന ഒരു ചരിത്ര പുസ്തകം അതാണ്. പിന്നെ അതുകൂടാതെ പുറത്തുനിന്ന് വന്ന ഫാഹിയാൻ, അങ്ങനെ തുടങ്ങി ബുദ്ധ ഭിഷുകന്മാര്, ജൈന ഭിഷുകന്മാര്, അങ്ങനെ പലരും എഴുതിയ പുസ്തകങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജാക്കന്മാരാണ്. എക്സാക്ട്ലി ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണകൂട കാലഘട്ടങ്ങളിൽ, ലൈക്ക് ഐ വോണ്ട് കോൾ ഇറ്റ് ഇസ്ലാമിക്, റാദർ ഇറ്റ് വാസ് പേർഷ്യൻ ഭരണകൂടം. അതായത് ഇന്ത്യ ഒരു പേർഷ്യനൈസ്ഡ് സൊസൈറ്റി ആയിരുന്ന കാലഘട്ടത്തിലെ ഈ മുസ്ലിം രാജാക്കന്മാര് അതിനെ കൈകാര്യം ചെയ്തിരുന്നപ്പോഴും അവരും എന്തിനുപയോഗിച്ചു? ഈ നിയന്ത്രണങ്ങള്, രാജാവ് കൊടുക്കുന്ന ഉത്തരവുകള്, രാജാവ് അച്ചടിക്കുന്ന നാണയങ്ങള്, രാജാവ് എഴുതുന്ന കത്തുകള്, രാജസദസ്സിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങള്, അല്ലെങ്കിൽ രാജാവ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ പീക്കായിരിക്കും. ഈവൻ പണ്ഡിതന്മാർ എഴുതുന്ന പുസ്തകങ്ങൾ പോലും ഏത് ഭാഷയിൽ എഴുതണം എന്നുള്ളത് ആര് ഡിറ്റർമൈൻ ചെയ്യും? രാജാവ് ഡിറ്റർമൈൻ ചെയ്യും. ഈവൻ ഐ തിങ്ക് ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ വലിയൊരു കൊളാപ്സ് നടക്കുന്നത് തന്നെ അങ്ങനെ ഒരു റൈവലറിയിലാണ്. ഈ പേർഷ്യൻ അറബിക് റൈവലറി തുടങ്ങിയിട്ട് ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണ് അത് പീക്ക് ആവുന്നത്. ഈ ഇറാനി അറബ് കോൺഫ്ലിക്റ്റുകൾ തുടങ്ങുന്നത്. സോ എനിവേ, ഇതാണ് ഭാഷയുടെ രണ്ടാമത്തെ പ്രധാന ഇത്. മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിക് ഡിനാസ്റ്റികൾ നിലവിൽ വന്നപ്പോൾ ഉമയ്യഡ്സ്, അല്ലെങ്കിൽ അതിനുശേഷം അബ്ബാസിഡ്സ്, അല്ലെങ്കിൽ ഓട്ടോമൻസ്, സഫവിഡ്സ്, മുഗൾസ്, സുൽത്താനേറ്റ്, ഈ ഒരു ടൈം ഇവരൊക്കെ ഇങ്ങനെ നിലവിൽ വന്ന സമയങ്ങളിലൊക്കെ മോസ്റ്റ് ഓഫ് ദീസ് ഡിനാസ്റ്റീസ് ഒക്കെ വളരെ ഭയങ്കര റിച്ച് ആയിരുന്നു, ഭയങ്കര റിസോഴ്സ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇവരുടെ ലക്ഷറീസ് ഇവർക്ക് പുറത്ത് കാണിക്കണം. ലൈക്ക് ഇറ്റ് വാസ് എ ട്രെൻഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ ടൈം. രാജാക്കന്മാർ എന്ത് ചെയ്യും? അവരുടെ ഈ ലക്ഷറിയസ് ലൈഫ് ഇങ്ങനെ അവർക്ക് പ്രകടിപ്പിക്കണം. അതാണ് രാജാവിന്റെ പദവിയെ, അല്ലെങ്കിൽ മറ്റു ദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെയാണ് രാജാവിനെ അവരുടെ നാട്ടിൽ പോയി ഡിഫൈൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് രാജാവിന് ആ ലക്ഷറി മുഴുവൻ കാണിക്കണം. പക്ഷെ ഇസ്ലാമിക് റൂളിൽ എന്തുണ്ട്? ഇവര് ഈ ഡിനാസ്റ്റികൾ പലതും ഫോളോ ചെയ്യുന്നത് ശരിയ ലോ ആണ്. ശരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് ലോ ആണ്. അപ്പൊ അത് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രൂപങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ജീവികള്, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ, ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. റാദർ വേറൊരു രീതിയിലുള്ള ഒരു ആർട്ട് വർക്കാണ് അവർക്ക് ചെയ്യേണ്ടത്, അവരുടെ കൊട്ടാരങ്ങളില്, അല്ലെങ്കിൽ അവരുടെ കബറിടങ്ങളില്, പള്ളികളിലൊക്കെ. സോ അപ്പൊ അങ്ങനെ ഉണ്ടായി വന്നു എന്ന് പറയപ്പെടുന്ന ഒരു കലാരൂപമാണ് കാലിഗ്രഫി. അപ്പോ അങ്ങനെ ഉണ്ടായി എന്നാണ്, ഇത് ഒരു നിഗമനം മാത്രമാണ്. ലൈക്ക് അതല്ലാത്ത എവിഡൻസസ് ഉണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു എവല്യൂഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂഫിക് ലിപിയിൽ നിന്ന് തുടങ്ങുന്നു, പ്രാചീനമായ ലിപികൾ. അതിൽ ആദ്യമായി പ്രകടമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ലിപിയാണ് കൂഫി ലിപി. നിങ്ങൾ കാലിഗ്രഫി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ലിപികൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിനുശേഷം സുലുസ് വരുന്നുണ്ട്, ഇതിനിടയിൽ നസ്താലിഹ്, അങ്ങനെ ഒരുപാട് ലിപികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സുലുസിൽ തന്നെ തുഹ്റ എന്ന് പറയുന്ന ഒരു ലിപി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബീഹാരി എന്ന് പറയുന്ന ഒരു ലിപി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹത്തേ ബാബരി എന്ന് പറഞ്ഞിട്ട് ബാബർ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു ലിപി ഉണ്ട്. അപ്പൊ ഓരോ കാലയളവിൽ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ ലിപികൾ രൂപപ്പെടുന്നുണ്ട്. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇത് വരുന്നത് ഏകദേശം ഒരു 7-ാം നൂറ്റാണ്ടിന്റെയും 13-ാം നൂറ്റാണ്ടിന്റെ ഇടയിലാണ് തുടങ്ങുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഒരു സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്, കേരളത്തിലെ ആദ്യത്തെ പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളി അതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതല്ല എന്നതിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്. കാരണം ഗുജറാത്തിൽ ഒരു പള്ളിയുടെ മിഹ്റാബ്, അതായത് പ്രാർത്ഥനയുടെ കേന്ദ്രം, ആ പള്ളിയിൽ പ്രാർത്ഥനയുടെ ദിശയെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് മിഹ്റാബ്. ആ സാധനം അല്ലെങ്കിൽ ആ ഒരു വസ്തു, അതിന്റെ മുഖം പോയേക്കുന്നത് ബൈത്തുൽ മുഖദ്ദിസിലേക്കാണ്, ജെറുസലേമിലെ പള്ളിയായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദിസിലേക്കാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ നമസ്കാരം ആരാധനയായി സ്ഥാപിക്കപ്പെട്ടതിന്റെ ആദ്യ കാലയളവിൽ, ഞാനിവിടെ ഇങ്ങനെ ഇത്ര ഡിഫൈൻ ചെയ്ത് പറയുന്നത് ലൈക്ക് മുസ്ലിംസിന് മൈറ്റ് ബി മനസ്സിലാവും. ഇപ്പൊ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഇതായിട്ട് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ അവരുടെ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഫിഗേഴ്സിൽ രണ്ടാമത്തെ സ്ലൈഡിൽ റൈറ്റ് സൈഡിലുണ്ട്. ഇതാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ആ പള്ളിയുടേത് ജെറുസലേമിലേക്കാണ്. അപ്പൊ ജെറുസലേമിലേക്കാണെന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഹിജറയുടെ ആദ്യ വർഷങ്ങളിൽ എപ്പോഴോ പണിഞ്ഞ പള്ളിയാണ്. അത് ഹിസ്റ്റോറിക്കലി പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ആവാൻ ഏറ്റവും സാധ്യതയുള്ളത് ആ പള്ളിക്കാണ്. അത് ഗുജറാത്തിലാണ് ഉള്ളത്. സോ എനിവേ, ഞാൻ കേരളത്തിലെ കാലിഗ്രഫിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ കേരളത്തിൽ ഒരിക്കലും കാലിഗ്രഫി ഒരു ആർട്ടായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലിഗ്രഫി ഒരു ആർട്ടാക്കി മാറ്റിയത് കൂഫിക് ട്രഡീഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പേർഷ്യൻ കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഇപ്പൊ അറബ്സ് നിലനിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉപദ്വീപാണ്. ഉപദ്വീപ് എന്ന് പറയുന്നതിലപ്പുറം ഒരു മരുഭൂമി കൂടിയാണ്. അവർക്ക് നദികളോ അതുപോലെ തന്നെ തടാകങ്ങളോ ഒന്നുമില്ല. കച്ചവട സംഘങ്ങളാണ് അധികം ഉള്ളത് അവിടെയുള്ളത്. അപ്പൊ വലിയൊരു ഫെർട്ടൈൽ ലാൻഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ
ഒരു അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു അറബ്സിനുള്ളത്. പക്ഷെ ഇസ്ലാം വന്നതിന് ശേഷം ഇവർ അധിനിവേശങ്ങൾ നടത്തി, അവർ പേർഷ്യ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയപ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന പള്ളികളുടെ ഡോമുകളില്ലേ, മകുടം, കുബ്ബ എന്ന് പറയും, അതുപോലെ തന്നെ മിനാരങ്ങള്, ഇതൊന്നും പ്രവാചകന്റെ കാലഘട്ടത്തിനോടനുബന്ധിച്ച് ഒരു 100-150 വർഷം വരെ അറബ് ഉപദ്വീപുകളിൽ കാണാൻ പറ്റില്ലായിരുന്നു. ഇവൻ എക്സാമ്പിൾ, ഞാനിത് ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, മുസ്ലിംസ് ധരിക്കുന്ന കമീസ് എന്ന് പറയും, അറബ്സ് ധരിക്കുന്ന ഡ്രസ്സാണ് കമീസ്. പിന്നെ കിമാർ ഉണ്ടാവും, അതിന്റെ മുകളിൽ ധരിക്കുന്ന ഒരു ഷോള്. ഈ സാധനങ്ങളൊന്നും അറബിക്കല്ല, കാരണം ഇതൊന്നും പ്രവാചകന്റെ കാലഘട്ടത്തിലില്ല. മറിച്ച് അവിടെ ഉണ്ടായിരുന്നത് ഈ യമനികൾ ധരിക്കുന്ന ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ഇറക്കമുള്ള ജുബ്ബ പോലത്തെ ഡ്രസ്സും വലിയ തലപ്പാവും, ഇതൊക്കെയായിരുന്നു അറബ് ഉപദ്വീപിൽ ഉണ്ടായിരുന്ന വസ്ത്രം പ്രവാചകന്റെ കാലഘട്ടത്തിൽ. പക്ഷെ ഇവര് ഇസ്ലാം വളർന്നതിന് ശേഷം ഖിലാഫത്തുകൾ വന്നപ്പോൾ പേർഷ്യയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തു. അതിൽ നിന്നാണ് ഈ കുബ്ബ, ആർട്ട് വർക്ക്, പോയട്രി തന്നെ മാറിയ കാലഘട്ടത്തിൽ. ഇപ്പൊ നിങ്ങൾ കവിതയെ പറ്റിയിട്ടുള്ള പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിക കവിതകള് ജാഹിലിയ കാലഘട്ടം, ഇസ്ലാമിക കാലഘട്ടം, അതിൽ തന്നെ അബ്ബാസിദ് കാലഘട്ടം, ഇങ്ങനെ പഠിക്കുമ്പോൾ ശരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ഇസ്ലാം പേർഷ്യയിലേക്ക് വ്യാപിച്ചപ്പോൾ അവർ പേർഷ്യയുടെ സംസ്കാരം കണ്ടു, അതോടൊപ്പം തന്നെ റോമ, ഗ്രീക്ക് സാമ്രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാൻ തുടങ്ങി, അവരുടെ സംസ്കാരം കണ്ടു. അപ്പൊ അതിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പുതിയൊരു കൾച്ചർ രൂപപ്പെട്ടു വന്നു. ഇറ്റ് വുഡ് ഹാപ്പൻ. എല്ലാ സംസ്കാരവും വളരെ, ഇപ്പൊ ഇന്ത്യൻ സംസ്കാരം എന്നുള്ളത് തന്നെ ഇപ്പൊ നിലവിൽ പറയുന്നത് പോലെ അഖണ്ഡ ഭാരതവും അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ അവര് നിലവിൽ അയോധ്യയിൽ അമ്പലം പണിഞ്ഞു, സെയിങ് ദാറ്റ് പ്രിഡോമിനന്റ്ലി ഓപ്പൺ. അമ്പലം പണിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അമ്പലത്തിന്റെ ആർച്ചുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കുക, അതൊക്കെ ഷാജഹാനിക് ആർച്ചസ് ആണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ ആർച്ചുകളാണ്. ആ അമ്പലങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മകുടങ്ങൾ കാണാം. ഈ മകുടങ്ങൾ ഉള്ളത് പേർഷ്യയിൽ നിന്ന് കടമെടുത്തതാണ്. ഈ ആർക്കിടെക്ചറിൽ തന്നെ നമുക്കിതിനി ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ എടുത്തു മാറ്റാനോ ഇതിനെ ഒഴിവാക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് എന്ത് ചെയ്തു, സ്വത്വത്തിലേക്ക് ലയിച്ചേർന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ രാജവംശമാണ് മംലുക്കുകൾ. നിങ്ങൾ മുഹമ്മദ് ഗോരി പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്ന സെഷൻ. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കുത്തുബ് മിനാർ. ഞാൻ ഇതിലെ മുകളിലത്തെ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത് കുത്തുബ് മിനാറിനെ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ഫസ്റ്റ് സ്ലൈഡില് സോ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കാലിഗ്രഫിസ്റ്റുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ഉപദ്വീപില് ആദ്യമായി ഒരു കെട്ടിടത്തിൽ ചെയ്ത കാലിഗ്രഫിയാണ് ഈ കാണുന്നത്. ആദ്യത്തെ കാലിഗ്രഫി, ലൈക്ക് നിങ്ങൾ പേന കൊണ്ട് ഇങ്ങനെ ആ പേജില് മഷി പകർത്ത് പല ലിപികളിൽ ഭംഗി തീർക്കുമ്പോൾ അത് ഒരു 1700-800 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 1200-300 കാലഘട്ടങ്ങൾക്കിടയിൽ ചുവന്ന കല്ലില്, അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന ചുവന്ന കല്ലിൽ തീർത്തേക്കുന്ന കാലിഗ്രഫിയാണിത്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ലിപി കൂഫിയാണ്, കൂഫിക് ലിപിയാണ്. ഇപ്പൊ ലിപി നിങ്ങൾക്ക് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഈ അറബ് എഴുതിയതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് താമരപ്പൂക്കൾ കാണാം. താമര, അതായത് പത്മം എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറൽ പാറ്റേൺസ് കാണാം. ഇതിന്റെ കാലിഗ്രഫി ചെയ്ത ആളുടെ പേര് ക്ലിയർലി പറഞ്ഞിട്ടില്ല എവിടെയും. ഇതിന്റെ നിർമ്മാതാവിന്റെ പേര് അയക്കാമെങ്കിൽ ഞാൻ അതിന്റെ പേര് പറയാം. പക്ഷെ കാലിഗ്രഫിസ്റ്റ് ആരാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല ഈ ബിൽഡിങ്ങിലെ കുത്തുബ് മിനാറിന്റെ. പക്ഷെ ഇതിലൊരു അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ കാലിഗ്രഫിയുടെ ഇടയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്ലോറൽ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാല്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാഫിന്റെ ഒക്കെ മുകളിലായിട്ട് തന്നെ താമരപ്പൂക്കളും, ഇതിന് താഴെയായിട്ട്, ഇതിനിടയിലായിട്ട് നിങ്ങൾക്ക് താമരപ്പൂക്കളുടെ തൊട്ട് താഴെയായിട്ട് തോരണങ്ങൾ കാണാം. ഈ തോരണങ്ങളുടെ ഇടയിലായിട്ട് മണികൾ കാണാം. അപ്പൊ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാലിഗ്രഫി ഒപ്പം കൊണ്ടുവന്നു. കാലിഗ്രഫി കൊണ്ടുവന്നെങ്കിലും ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ചേർന്ന് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ അമ്പലങ്ങളിൽ എങ്ങനെയാണോ കൊത്തുപണികൾ കൊടുക്കുന്നത് അവർ ഇതിനോട് ചേർത്ത് കൊടുത്തു. അതായത് അവിടെ നിന്ന് വന്ന അറബ് അറിയുന്ന കാലിഗ്രഫിസ്റ്റുകൾ കാലിഗ്രഫി ചെയ്തപ്പോൾ ഇവിടെയുള്ള കലാകാരന്മാർ എന്ത് ചെയ്തു, അവരുടെ പക്കലുള്ളത് എന്താണ്, സുൽത്താന് ജീവനുള്ളത് മറ്റൊന്നും കൊടുക്കുന്നത് സുൽത്താൻ ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ നിയമം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, താമരപ്പൂക്കളും മണികളും തോരണങ്ങളൊക്കെ ചേർത്ത്. അതായത് ഈ ബിൽഡിംഗ് ശരിക്കും സൂചിപ്പിക്കുന്നത് പുറത്തുനിന്ന് വന്നൊരു സംസ്കാരം എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിലേക്ക് ലയിച്ചത്. അതിന്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് കുത്തുബ് മിനാറിൽ ഈ കാലിഗ്രഫികള്. പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തുബ് മിനാർ പല കാലയളവിൽ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പൊ സുൽത്താനേറ്റ് ടൈമിൽ, മുഗൾ ടൈമിലൊക്കെ ഇത് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ടൈമിലും ഇത് എന്ത് ചെയ്തു, പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ ഇത് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഇതിങ്ങനെ ഫലകങ്ങളിലാണ്, മീൻസ് ഫലകങ്ങളല്ല, കല്ലിന്റെ പാളികളിലാണ്. അപ്പൊ ഇത് ഇളകി താഴേക്ക് വീണ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇത് ഈ ഭംഗി നോക്കി നോക്കി പറക്കി വെച്ചു. അപ്പൊ ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വായിക്കാൻ പറ്റാതായി. ഇപ്പൊ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അസറുസനാദീദ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ കാലിഗ്രഫി ഒന്നും വായിക്കാൻ പറ്റില്ല, കാരണം ബ്രിട്ടീഷുകാർ ഇങ്ങനെ പറക്കി പറക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് ഇതിനെ വായിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ മിനാരം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഒരു അഫ്ഗാനി കോൺസെപ്റ്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വേറെ ഇസ്ലാമിക് ഡൈനാസ്റ്റികളിലോ മറ്റോ ഒന്നും ഇതിനെ കാണാൻ പറ്റില്ല. അത് ഇവർ അഫ്ഗാനിൽ നിന്ന് വന്നതുകൊണ്ട് അവർ കൊണ്ടുവന്നതാണ്. സോ നമുക്ക് സെക്കൻഡ് സ്ലൈഡിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ, ഈ കാലിഗ്രഫി ചെയ്തേക്കുന്ന ടൈമിൽ ആർച്ച്, ഇന്ത്യയിൽ ട്രൂ ആർച്ച് വന്നിട്ടില്ല. അതായത് ട്രൂ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ആർച്ച് എന്നാ പറയുന്നത്. ശരിക്കുള്ള ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടില്ലേ കമാനം, അത് ഇന്ത്യയിൽ എത്തിയിട്ടില്ല ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ കുബ്ബ, ഡോം എത്തിയിട്ടില്ല. സോ അതിനൊക്കെ മുന്നേ എന്തെത്തി എന്നാണ് പറയുന്നത്, കാലിഗ്രഫി എത്തി എന്നാണ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന, അതായത് മെഹ്റാബ് ഇല്ലാത്ത ഈ പൂക്കളുടെ ഡിസൈൻ വരുന്ന ഈ ഒരു പോർഷൻ ഖുവത്തുൽ ഇസ്ലാം മോസ്കിലെ കാലിഗ്രഫിയാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് ചരിത്രപരമായിട്ട് പറയുന്ന, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ഖുവത്തുൽ ഇസ്ലാം അല്ലെങ്കിൽ ഖുബ്ബത്തുൽ ഇസ്ലാം മോസ്ക്, പല പേരുകളാണ് അതിന് പറയുന്നത്. സോ ആ മോസ്കിലെ ആർച്ചിൽ ചെയ്തിരിക്കുന്ന കാലിഗ്രഫിയാണ്. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാല് താഴേന്ന് മുകളിലേക്കാണ് ഖുർആനിന്റെ ലിപികൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ താഴേന്ന് മുകളിലേക്ക് ലിപികൾ കൊടുത്തേക്കുന്നു. ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൂക്കൾ കാണാം. താഴെ ഏറ്റവും താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചശുകം കാണാം. ഹിന്ദു ഇതിൽ പറയുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് ചശുകം കാണാം. അതിനിടയിലൂടെയാണ് ഈ ഖുർആന്റെ ലിപികൾ മുകളിലേക്ക് പോകുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പൂക്കൾ വരുന്നത്. അതായത് ഇതൊരു ഹിന്ദു കോൺസെപ്റ്റ് ആണ്. നമ്മൾ പറയും നിവേദ്യവും പ്രസാദവും. അതായത് നമ്മൾ അമ്പലങ്ങൾ കേൾക്കാം നിവേദ്യം പ്രസാദം എന്ന്. ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങളെ നിവേദിക്കുക, നിവേദ്യം എന്ന് പറയും. തിരിച്ചു പൂജ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രസാദം തരും. പ്രസാദത്തിൽ പൂക്കളും മറ്റുമായിരിക്കും ഉണ്ടാവുക. ഈ താഴേന്ന് മുകളിലേക്ക് ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് നടത്തുകയാണ്? ദൈവം പുഷ്പവൃഷ്ടി നടത്തുകയാണ്. മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് പൂക്കള് ദൈവം താഴേക്ക് പൊഴിക്കുകയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഒരു കൾച്ചറിനെ എത്ര ഭംഗിയായിട്ടാണ് ഇതിലേക്ക് കോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങളിപ്പോ കൂഫി ലിപി എടുത്താൽ മറ്റു ലിപികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള ഫ്യൂഷനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന വർക്കുകളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. സോ എനി വൺ ഓഫ് യു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാത്രമല്ല, ഈ സുൽത്താനേറ്റ് പീരിയഡിലെയും മുഗൾ പീരിയഡിലെയും ഫത്വകൾ എഴുതപ്പെട്ടത് മുഴുവൻ അറബി ഭാഷയിലാണ്. ഇതിൽ ഒരുപാട് കാലിഗ്രാഫി പഠിക്കുന്ന, ട്രഡീഷണൽ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ ഇവർക്ക് എല്ലാവർക്കും റിസർച്ച് ചെയ്യാൻ താല്പര്യങ്ങളുണ്ട്, പക്ഷെ സമയം ചെലവഴിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതുപോലെ പ്രത്യേകത അങ്ങനെയാണ്. ഓക്കെ ഫൈൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വിചാരിച്ചു ലൈഫില്, ആ ഒരു കാര്യത്തിൽ മാക്സിമം കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് രാത്രി വരെ അതിനുവേണ്ടി ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ദിവസം നിങ്ങൾ ഒരു 20 മിനിറ്റ് കൊടുത്താൽ മതി. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ആകത്തുകെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പം ആരെങ്കിലും പറയുന്ന കേട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്തു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആരൊക്കെയോ പറയുന്ന കേട്ടൊരു മതം പിൻപറ്റുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആരൊക്കെയോ പറയുന്ന കേട്ട് സ്കൂളിൽ പോകുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആട്ടിനെ കൂട്ടിൽ കയറ്റുന്ന കണക്കാ. ഒരു വലിയ കൂട്ട ആടിനെ കൂട്ടിലേക്ക് കയറ്റുമ്പോ എന്തെങ്കിലും ചോദിച്ചു, ഒരു വലിയ കൂട്ട ആടിനെ കൂട്ടിൽ കയറ്റുമ്പോൾ മുന്നേ പോകുന്ന ആടിന്റെ പുറയിൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. സോ എന്റെ ഒരു സിൻസിയർ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാലിഗ്രഫിയിൽ നിങ്ങൾക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദി തിങ് ഈ കൊടുത്തിരിക്കുന്ന പല ലിപികളിലും ആ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം, ഇപ്പൊ കുത്തുബ് മിനാർ നിങ്ങൾ വെളിയിൽ നിന്നല്ലേ കണ്ടിട്ടുള്ളൂ. കുത്തുബ് മിനാറിന്റെ അകത്ത് കുറെ എഴുത്തുകളുണ്ട്. ഏകദേശം അതിനൊരു 370ഓളം പടികൾ ഉണ്ടെന്നാണ്. ആ അകത്തുള്ള എഴുത്തുകളിൽ അതിന്റെ പണിയിൽ പങ്കെടുത്ത ഓരോ ആൾക്കാരുടെയും പേരുണ്ട്, അവരുടെ വയസ്സ്, അവരെവിടെ നിന്ന് വന്നു, ഈ രേഖകളെല്ലാം ഉണ്ട്. അതായത് ഈ ഒരു സാധാരണക്കാരനെ അവിടെ കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ഒന്നാമത് ഇതിന്റെ ഡിസറേഞ്ച്മെന്റ് കാരണം ടോട്ടലി വായിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സാധാരണക്കാരനാണെങ്കിൽ തീരെ വായിക്കാൻ പറ്റില്ല. പക്ഷെ അറബിക് കാലിഗ്രഫി അറിയുന്ന ഒരാളാണെങ്കിൽ, അതിനെ ശാസ്ത്രീയപരമായി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾക്ക് ഇത് വായിക്കാൻ പറ്റും. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ രാജാവ് ഇവിടെ ചൂസ് ചെയ്യുമ്പോൾ, ഈ ആയത്തുകൾ ചൂസ് ചെയ്യുമ്പോൾ കലാകാരന്മാര് ചിലപ്പോഴൊക്കെ ഈ രാജാവിന്റെ ഭരണം ഇഷ്ടമല്ലെങ്കിൽ രാജാവിന്റെ മുഖത്തടിക്കുന്നത് പോലുള്ള സൂക്തങ്ങളായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. തുർക്കിയിലെ ഒരു ഖലീഫ, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പുള്ളി എന്ത് ചെയ്തു, തുർക്കിയിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ലൈബ്രറി പൊളിച്ചു മാറ്റാൻ ഉദ്ദേശിച്ചു. പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു പൂന്തോട്ടം പണിയാൻ. അപ്പൊ അതിന്റെ പൂന്തോട്ടം പണിഞ്ഞ് അതിന്റെ ഉദ്ഘാടന ദിവസം ഈ അവരുടെ ഒരു വിശ്വാസ പ്രകാരം എന്ത് ചെയ്യും, ഖുർആൻ പാരായണം ചെയ്യും. അപ്പൊ അന്ന് പാരായണം ചെയ്യാൻ വിളിച്ച വ്യക്തി പാരായണം ചെയ്തത് കഹ്ഫ് എന്ന് പറയുന്ന ഒരു സൂറത്തിലെ
കുറച്ച് ആയത്തുകളാണ്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ തോട്ടത്തിൽ കയറിയ നിമിഷം അവന്റെ തോട്ടം അവിടെ തലകീഴായി കിടക്കുകയായിരുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ ചില സമയത്ത് ഈ രാജാവിന്റെ മുഖത്തടിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ബൈ ദ വേ നമുക്ക് തിരിച്ച് ടോപ്പിക്ക് വരാം. അപ്പൊ ഈ കാലിഗ്രഫിയിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും കുത്തുബ് മിനാറിൽ പോവുകയാണ്, ഖുവത്തുൽ ഇസ്ലാം മോസ്കിൽ പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് മെഹ്റാബുകൾ കാണാം, ഈ ഖുർആന്റെ ലിപികളും ചിത്രപ്പണികളും കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ തൂണുകളിൽ നിങ്ങൾക്ക് ദേവീ ദേവന്മാരുടെ പ്രതിമകൾ കാണാം, വിഗ്രഹങ്ങള്, കൊത്തുപണികളൊക്കെ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുവത്തുൽ ഇസ്ലാം മോസ്ക് പണിഞ്ഞിരിക്കുന്നത് ഏകദേശം 28 അല്ലെങ്കിൽ 36ഓളം ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ, 28ഓളം ജൈന ക്ഷേത്രങ്ങളും 2 ഹിന്ദു ക്ഷേത്രങ്ങളും പൊളിച്ചിട്ട് അതിന്റെ ശേഷിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ഇത് ഇന്നിത് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ ഹിസ്റ്റോറിക്കലി അന്നത്തെ രാജാക്കന്മാരെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ സിനിമ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ദശാവതാരം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, അതിൽ ഒരു രാജാവ് ഹിന്ദു രാജാവ് തന്നെ ഒരു അമ്പലത്തിൽ വന്ന് വിഗ്രഹത്തിനെ പൂജാരിയുടെ കൂടെ കെട്ടിവെച്ച് കടലിൽ കൊണ്ടുപോയി കളയുന്നത്. സോ ലൈക്ക് ഇറ്റ് വാസ് വെരി നോർമൽ അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നമ്മളിന്ന് ഓരോരുത്തരുടെയും വിശ്വാസത്തെയും ആശയങ്ങളെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും ശ്രമിക്കുന്ന സെക്യുലർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. സോ ഇത് 2 നെറേറ്റീവ് ആണ് കേട്ടോ. സോ ആരെയും ത്രെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അപ്പൊ ഇതിങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ബ്രിട്ടീഷുകാർ അവിടെ വന്നപ്പോൾ ഇതിങ്ങനെ ഒരു കാട് പിടിച്ചെടുക്കുന്ന പള്ളിയിൽ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ സ്ക്ലപ്ചേഴ്സ്, മറ്റേ സൈഡിൽ ലിപികള്. ദെൻ ലേറ്റർ അവർക്ക് മനസ്സിലായി ഇതൊരു അമ്പലം പള്ളിയാക്കി മാറ്റിയതാണ്. സോ എനിവേ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്ലൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യും. ഇതിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മിഹ്റാബ് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ഇൽത്തുമിഷിന്റെ ടൂമ്പിലാണ്. ഇൽത്തുമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താന റസിയ, ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു രാജ്ഞിയാണ്. അവര് പണിഞ്ഞതാണ് ആ കബറടോ ആ ഒരു മെഹ്റാബും. ഇനി ഈ കാണുന്നത് കുത്തുബ് മിനാറിനോട് ചേർന്ന് അലായി ദർവാസ എന്ന് പറയുന്ന ഒരു ദർവാസയുണ്ട്, കവാട ഉണ്ട്. അതിൽ ചെയ്തേക്കുന്ന കാലിഗ്രഫി വർക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂഫി ലിപിയിൽ കാലിഗ്രഫി ചെയ്തേക്കുന്ന കാണാം. പക്ഷെ ഇതിന്റെ നടുക്കായിട്ട് നിങ്ങൾക്കൊരു നക്ഷത്രം കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡിൽ ഇതിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പള്ളിയിൽ ഒരു നക്ഷത്രം കാണാം. അതായത് ഈ ഒരു പീരീഡ് ആയപ്പോ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ആർച്ചാണ്. ഇത് അലാവുദ്ദീൻ ഖിൽജിയാണ് പണിഞ്ഞത്. നിങ്ങൾ മറ്റേ പത്മാവതി സിനിമയിൽ കാണിക്കത്തില്ല, ഇറച്ചിയൊക്കെ കടിച്ചു പിടിച്ച് ഭയങ്കര ദുഷ്ടനായിട്ടുള്ളത്. ആ സിനിമ തന്നെ ഫുള്ള് കെട്ടുകഥയാണ് കേട്ടോ. അപ്പോ പുള്ളിയാണ് ഇത് പണിഞ്ഞത്. ഈ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിന് ഹോഴ്ഷൂ ആർച്ചസ് എന്നാ പറയുന്നത്, കുതിരക്കുളമ്പൻ കമാനങ്ങൾ. അപ്പോ ഇത് ഏകദേശം ഒരു 13-ാം നൂറ്റാണ്ട് 14 നൂറ്റാണ്ടുകളുടെ ഇടയിലാണ് ഇന്ത്യയിൽ അധികമായിട്ട് വന്നത്. ഇതൊരു ട്രൂ ആർച്ചാണ്, യഥാർത്ഥ ആർച്ചാണ്. ഇതിൽ കീ സ്റ്റോൺ ഉണ്ട് നടുക്ക്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടൈമിലാണ് മംഗോൾ ഇൻവേഷൻ എന്ന് പറയും. മംഗോളിയന്മാര് അബ്ബാസിദ് ഖിലാഫത്തിലേക്കും ബാഗ്ദാദൊക്കെ പിടിച്ചെടുത്ത്, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ പല ഇസ്ലാമിക രാജ്യങ്ങളെയും ഇല്ലാതാക്കി അവർ ഇൻവേഷൻ നടത്തുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ പല ഡൈനാസ്റ്റികളും നശിച്ചു. അത് അറബ് ഉപദ്വീപിലെയും പേർഷ്യൻ ഉപദ്വീപിലെയും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെയും ഒരുപാട് രാജവംശങ്ങൾ നശിച്ചപ്പോൾ അവിടെയുള്ള കലാകാരന്മാർ എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ അവരിവിടെ വന്നപ്പോൾ അവര് സമ്മാനിച്ച ഒരു രീതിയാണ് ലിപികളുടെ ഇടയിൽ ഇത്തരം നക്ഷത്രങ്ങള്, ചിഹ്നങ്ങളും മറ്റും കൊണ്ടുവരിക. പക്ഷെ ഇതിന്റെ ഒരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി എന്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്, ആസ്ട്രോളജിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു എന്നാണ്. പുള്ളിയുടെ 4 മക്കൾ ജനിച്ചതും ഗുജറാത്ത് കീഴടക്കിയതും ഒരേ വർഷമാണ്. അപ്പൊ അതിന്റെ ബഹുമാനപൂർവ്വമാണ് പുള്ളി ഇത് നിർമ്മിച്ചത്. അതിന്റെ വിവരങ്ങളും മറ്റും ഈ കാലിഗ്രഫികളിൽ പറയുന്നുണ്ട്. സോ അത്ര ക്ലിയർ അല്ല. അടുത്ത സ്ലൈഡിൽ പോകാം, നമുക്ക് കുറച്ച് പെട്ടെന്നാക്കാം കേട്ടോ, ഒരുപാട് ടൈം പോകുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾ കണ്ടതൊക്കെ സുൽത്താനേറ്റ് പീരീഡിലെ ലിപികളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഖുവത്തുൽ ഇസ്ലാം മോസ്കിലെ കുറച്ചുകൂടി കാലിഗ്രഫിയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അദായ് ദിൻ കാ ജോൺപുർ അജ്മീറിലെ ഈ കാലഘട്ടത്തിൽ തന്നെ പണിഞ്ഞ മറ്റൊരു നിർമ്മിതിയാണ്. ഇതിന്റെ പേര് ആദായ് ദിൻ കാ ജോൺപുർ ആണ്, അല്ലെങ്കിൽ ഡൈ ദിൻ കാ. 1.5 ദിവസം കൊണ്ട് 2.5 ദിവസം കൊണ്ട് ഇത് പണിഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഈ പേര് വന്നത് ഇതിന്. അതുകൊണ്ട് എപ്പോഴും അജ്മീറിലൊക്കെ പോകുമ്പോൾ ജിന്ന് പണിഞ്ഞ പള്ളി എന്നാണ് വിളിക്കുക. കാരണം ഇത്ര പെട്ടെന്ന് പണിഞ്ഞപ്പോൾ ആളുകൾ ഇത് ജിന്ന പണിഞ്ഞെന്ന് അസ്യൂം ചെയ്തു. സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് ഒട്ടും ടൈമില്ല, ഒരുപാട് ടൈം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കളഞ്ഞു. ഇതാണ് സൂരി പീരീഡിൽ, അതായത് ഒരു നേരത്തെ ഞാൻ കാണിച്ച കുത്തുബ് മിനാർക്ക് കഴിഞ്ഞ ഒരു 300 വർഷം അല്ലെങ്കിൽ ഒരു 200 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ പണിഞ്ഞ ഒരു മസ്ജിദാണ് കിലായി കുനാം മസ്ജിദ്. അതായത് ഷേർഷാ സൂരി എന്നാണ് ആ രാജാവിന്റെ പേര്. അപ്പൊ ആ രാജാവ് നിർമ്മിച്ച പള്ളിയാണിത്. ഈ പള്ളിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഇതിലൊന്ന് സൂം ചെയ്യോ കുറച്ച്. ഇതിന്റെ റൈറ്റ് സൈഡിലെ മെഹ്റാബ് സൂം ചെയ്താൽ മതി. അതിലാകുമ്പോൾ എഴുത്തുകൾ കുറച്ചുകൂടി കാണാം. ഈ ഒരു ലിപി ഏതാണെന്ന് പറയാൻ പറ്റൂ? ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഈ പൂക്കളുടെ ഇടയിൽ ഉപയോഗിച്ചേക്കുന്ന ലിപി ആർക്കെങ്കിലും? ഈ കൊടുത്തേക്കുന്ന ലിപി റൈറ്റ് സൈഡിലേക്ക് നീക്കിയാൽ കുറച്ചുകൂടി കാണാൻ പറ്റും.
ഈ ഒരു ലിപി ഏതാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കൂഫിക്കാണോ? കൂഫി അല്ല, ഇത് നസ്ഖാണ്. കൂഫിയിൽ നിന്ന് ഉണ്ടായി വന്ന അടുത്തൊരു ലിപിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു എവല്യൂഷൻ ആണ്. കൂഫി ഈ മുഴുവൻ പള്ളിയിൽ ആകെ ഉപയോഗിച്ചിരിക്കുന്ന ഇത് ഏത് സെഞ്ചുറിയിലാണ്? ആ, ഇത് വരുന്നത് ഏകദേശം 15-16 നൂറ്റാണ്ടുകളുടെ ഇടയിലാണ്. ഓക്കെ. 15-16 നൂറ്റാണ്ടുകളുടെ ഇടയിൽ അതായത് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു, ഹുമയൂണിനെ പുറത്താക്കി, ഷേർഷാ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഹുമയൂണിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വേറൊരു രാജാവ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നുണ്ട്, സൂരി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഡിനാസ്റ്റിയുടെ പേര്, രാജവംശത്തിന്റെ പേര് സൂരി എന്നാണ്. അദ്ദേഹം പണിഞ്ഞൊരു കോട്ടയും ഒക്കെ ഡൽഹിയിലുണ്ട്. ആ കോട്ടയുടെ പേര് പുരാണ കില എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരികയാണ്, ഇപ്പോൾ അവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ പള്ളിയുടെയാണ്. അപ്പൊ ഈ പള്ളിയിൽ ആകെ തുക മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് നസ്ഖ് കാലിഗ്രഫിയാണ്. ഇത് കൂഫിയിൽ നിന്ന് ഉണ്ടായി വന്നൊരു കാലിഗ്രഫിയാണ്. അതായത് 300 വർഷത്തിനിടയിൽ രാജഭരണവും സംസ്കാരവും ഒക്കെ മാറിയപ്പോൾ എന്ത് ചെയ്തു, കാലിഗ്രഫിയിലും മാറ്റം വന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണഭാഷ പേർഷ്യൻ ആയിരുന്നു കേട്ടോ ഈ കാലഘട്ടങ്ങളിലൊക്കെ. അറബി എന്നുള്ളത് മതഭാഷ മാത്രമാണ്. ഫത്വകളും പള്ളി ആരാധന ഈ കാര്യങ്ങൾക്ക് മാത്രമേ അറബി ഉപയോഗിക്കൂ. ബാക്കി നാണയം, ശാസനകള്, അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലെ സംസാരം, ഇതൊക്കെ കിലായി കുന എന്ന് കേട്ടോ ഈ മസ്ജിദിന്റെ പേര്. കിലായി കുന, കില എ കുന, കുന. ഇത് പുരാന കിലയിലാണ് ഉള്ളത്. അപ്പം മതം മറ്റു കാര്യങ്ങൾക്ക് മാത്രം അറബി. അതായത് ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിന് റാദർ ദാൻ ഇസ്ലാമൈസേഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പേർഷ്യനൈസേഷൻ. അതായത് ഒരു പേർഷ്യൻ സംസ്കാരത്തിന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യലായിരുന്നു ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഈ കാലിഗ്രഫി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഈ എന്താ പറയാ ചതുരങ്ങളും വൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ കാണാം. ഈ മിഹ്റാബിനുള്ളിലുണ്ട്, അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ പിക്ചർ അത്ര ക്ലാരിറ്റി ഇല്ല. ഇതൊക്കെ ചഗത്തായി, അതായത് ഉസ്ബക്കി പേർഷ്യൻ മാതൃകയാണ് ഇങ്ങനെയുള്ള ഡിസൈൻസ് കൊടുക്കുക. ഇതിനിടയിൽ ഖുർആൻ ഇപ്പൊ ഈ ഒരു കവാടത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത് സൂറത്തു ഫത്ത്ഹ് ആണ്. അതായത് നിങ്ങൾ ഈ താഴേന്ന് തുടങ്ങി ഇതിനെ മുഴുവൻ കവാടത്തിൽ കേട്ടോ, ലെഫ്റ്റ് സൈഡില, ഇത് മെഹ്റാബിലല്ല, ലെഫ്റ്റ് സൈഡിലെ കവാടത്തില് താഴേന്ന് തുടങ്ങി ആദ്യത്തെ ലെയറിന്ന് തുടങ്ങിയിട്ട് ഇതിനെ ഫുള്ള് കറങ്ങി മുകളിൽ നിന്ന് താഴെ വന്ന് ദെൻ അടുത്തടുത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെ സൂറത്തുൽ ഫത്ത്ഹ് മുഴുവൻ ഇത് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് മുൽക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉള്ളില്, പള്ളിയുടെ ഉള്ളില് മെഹ്റാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂറത്ത് സുമറിലെ കുറച്ച് ആയത്തുകൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൂറത്തുകളൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഈ ഫത്തഹ് എന്നുള്ള സൂറത്ത് സൂചിപ്പിക്കുന്നത്, ഫത്തഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വിജയം എന്നാണ്. അപ്പൊ രാജാവ് വിജയിച്ചതിന് ശേഷം സ്ഥാപിച്ച പള്ളി ആയതുകൊണ്ടാണ് കാലിഗ്രഫിസ്റ്റ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് തെരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോ ഇതിന്റെ ഓതറുടെ പേര് അല്ലെങ്കിൽ ഈ കാലിഗ്രഫിസ്റ്റിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മറിച്ച് ഈ ഒരു ലിപിയും അതുപോലെ തന്നെ ഈ ഒരു മാറ്റവും, അതായത് കാലിഗ്രഫിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? സോറി. അപ്പൊ ആരാണ് ചെയ്തത് എന്നുള്ളത് ലൈക്ക് സ്റ്റിൽ മിസ്റ്ററി ആണ്. അടുത്ത ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നത് പ്രശ്നമാവുന്നുണ്ടോ? മോസ്കിന്റെ നെയിം ചോദിച്ചിട്ടുണ്ട് ഒരാള്. കിലായി കുന മോസ്ക്, കിലായി കുന, കില എ കുന. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്, അപ്പൊ എനിക്ക് ഇത് പേരൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നോ പ്രോബ്ലം, സംസാരിച്ചു. കിലായി കുന മോസ്ക്. അടുത്ത സ്ലൈഡിലേക്ക് പോവോ? ഓക്കെ. ഈ കാണുന്നതാണ് ബുലന്ദ് ദർവാസ, ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞിട്ട്. മുഗളന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, ബട്ട് ആക്ച്വലി എൻ്റെ അടുത്ത് ഭയങ്കര ലിമിറ്റഡ് ടൈമാണ് ഉള്ളത്. മുഗളന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുന്നത് തമ്പുകളിലെ രാജാക്കന്മാരെന്നാണ്, എംപറേഴ്സ് ഓഫ് ടെൻസ് എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ക്യാപിറ്റലൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അധികം നാൾ അവിടെ ഉണ്ടാവില്ല. അവരതിപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ ആദ്യം ഡൽഹി തലസ്ഥാനം, പിന്നെ ആഗ്ര തലസ്ഥാനം, ഫത്തേപൂർ സിക്രി തലസ്ഥാനം, ലാഹോറിലേക്ക് പോന്നു. ഇത് ഷാജഹാന്റെ ടൈമിൽ നടക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ ക്യാപിറ്റൽസ് സ്ഥാപിക്കും. അവിടെ അവർ വലിയ ഫോർട്ടുകള്, പള്ളികള്, കൊട്ടാരങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് അതിനൊരു ഫ്ലറിഷിംഗ് സിറ്റി ആക്കി മാറ്റും. ഭയങ്കര എക്കണോമിക്കൽ സ്ട്രാറ്റജിയാണ്. അങ്ങനെ അക്ബറിന്റെ കാലഘട്ടത്തില് അക്ബറിന് മക്കളില്ലായിരുന്നു. ഇപ്പൊ മക്കളില്ലാത്ത കാരണം സാലിം ചിസ്തി എന്ന് പറഞ്ഞിട്ട് ഒരു സൂഫി വര്യൻ ഉണ്ടായിരുന്നു ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹത്തെ പോയി കണ്ട അദ്ദേഹത്തിന് മകൻ ജനിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു, ഗുജറാത്ത് കീഴടക്കുകയും ചെയ്തു. ഇത് മുഗൾ പീരീഡ് ആണ് ഞാൻ പറയുന്നത്, അക്ബറിന്റെ ടൈമാണ്. ആ ഒരു ടൈമിൽ അക്ബർ ഒരു വിജയ കവാടമായിട്ട് പണിഞ്ഞതാണ് എന്ത്, ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ, ബുലന്ദ് എന്ന് പറഞ്ഞ വിക്ടറി, ദർവാസ എന്ന് പറഞ്ഞ കവാടം. ഈ കവാടത്തില് രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുത്തുകൾ കാണാം. മുകളില് രണ്ട് സൈഡുകളിലായിട്ട് അറബിയിലുള്ള എഴുത്തുകൾ കാണാം. ഫോർച്ചുനേറ്റ്ലി ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് കാലിഗ്രഫിസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി,
കാലിഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒപ്പിടാൻ തുടങ്ങി. നിങ്ങൾ ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ ഒന്ന് മൂവ് ചെയ്യൂ, തൊട്ട് താഴത്തെ. ഓക്കെ, ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നതിൽ ഈ കൊടുത്തേക്കുന്ന ഒരു ഫിഗറിൽ ഒരു ജസ്റ്റ് ഒരു സ്ക്വയറിൽ കൊടുത്തേക്കുന്നത് ഈ കവാടത്തിൽ മുഴുവൻ കാലിഗ്രഫിയും ചെയ്ത ആളുടെ ഒപ്പാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വരുന്നത് വെയിറ്റ് അഹമ്മദ് ചിസ്തി മറ്റോ ആണ്. ഫുൾ നെയിം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അദ്ദേഹത്തിന്റെ ടോട്ടൽ എനിക്ക് തോന്നുന്നു അഹമ്മദ് ഹുസൈൻ ചിസ്തി എന്നുള്ളതാണ്. ഹുസൈൻ ബിൻ അഹമ്മദ് അൽ ചിസ്തി. കാലിഗ്രഫി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ഇവിടെ കൊടുത്തേക്കുന്ന ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹഖ്, അങ്ങനെ ഒരു ലിപിയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് തുലുത്തിനോട് തന്നെയാണ് സാമ്യമുള്ളത് ഇതിലെ ഏകദേശം സംഗതികൾ. ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും സ്ക്രിപ്റ്റുകൾ, അതിന്റെ കണക്ഷൻസ് ഒക്കെ ഹദ്ദു സുലുസിനോട് സാമ്യമാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അതെ അതെ, സുലുസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതില് നേരത്തെ ഫൈസൽ ഷാ പറഞ്ഞ ആ ഒരു നെസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞാനത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ മിക്സ്ഡ് ആണെന്നാ പറഞ്ഞത്. സുലുസും നെസ്സും മിക്സ്ഡ് ആണെന്നാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിൽ പറയുന്നതും തുഗ്റാന്ന് ഒരു ഉപയോഗം കൂടി ഉണ്ട്. തുഗ്ര എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് അല്ല, അതൊരു ടൈപ്പ് ഓഫ് സിഗ്നേച്ചർ ആണ് കാലിഗ്രാഫി. ഐ മീൻ അതൊക്കെ ഒരു രാജവംശത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടൈപ്പ് ഓഫ് ഒരു സിഗ്നേച്ചർ പോലത്തെ ഒരു ആർട്ടാണ്. ഫൈൻ. എനിവേ, അക്ബർ ചക്രവർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലിഗ്രഫി നെസ്താലിക് ആണ്. അപ്പൊ പുള്ളിയുടെ മറ്റ് നിർമ്മിതികളിലൊക്കെ നെസ്താലിക് കാലിഗ്രഫി ഉപയോഗിക്കുന്നത് പേർഷ്യൻ ഭാഷ എഴുതാൻ വേണ്ടി മാത്രമാണ് അധികവും. അപ്പൊ ഇതിൽ ഇവിടെ നെസ്താലിക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ കോർട്ടിലെ ഏറ്റവും പ്രസിദ്ധനായ കാലിഗ്രഫിസ്റ്റ് ആയിരുന്നു. ഇമാം സമ്രിൻ എന്നറിയപ്പെടുന്ന ഒരു കശ്മീരി ഉണ്ടായിരുന്നു. ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മുഹമ്മദ് ഹുസൈൻ എന്നാണ്. മുഹമ്മദ് ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നത് സറിൻ കലാം എന്നാണ്, അതായത് സുവർണ പേനാണ്. അപ്പം അക്ബർ ചക്രവർത്തിയുടെ തന്നെ ഐനെ അക്ബർ, അതായത് അക്ബറിന്റെ ജീവചരിത്രം അബുൽ ഫസൽ എഴുതിയ അതിന്റെ ഒരു വാല്യമാണ് ഐനെ അക്ബർ. അതിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെസ്താലിക് ലിപിയിൽ കൊടുത്തേക്കുന്ന അദ്ദേഹത്തിന്റെ കാലിഗ്രഫി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമയത്താണ് എന്താണ് ഇത്തരം വർക്കുകളിലൊക്കെ അദ്ദേഹം സിഗ്നേച്ചർ കൊടുത്തത്, അത് ഒപ്പുകൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞ കുത്തബ്മിനാറിലും ഇത്തരം ഒപ്പുകൾ ഇല്ല എന്നുള്ളതാണോ ഈ ഗവേഷകർ പറയുന്നത്, അതോ കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ്? ഓക്കെ, ഇതിന്റെ ഒരു റീസൺ ഉണ്ട്. അതായത് ഈ കാലഘട്ടം വേറെ എന്തെങ്കിലും ചോദിക്കും? ഓക്കെ ഫൈൻ. അപ്പൊ ഇതില് ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു സിഗ്നേച്ചർ കൊടുക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യ കാലഘട്ടങ്ങളിൽ കാലിഗ്രഫിസ്റ്റുകൾ എന്നുള്ളത് ഒരു ലിമിറ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. പുറത്തുനിന്ന് കുറച്ച് ആളുകൾ വരുന്നു, പള്ളികളൊക്കെ ലിമിറ്റഡ് ആണ്. പിന്നീട് ഈ മുഗൾ ഡൈനാസ്റ്റി ഒക്കെ ആയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരു 300 വർഷത്തോളം അല്ലെങ്കിൽ 200 വർഷത്തോളം ഉള്ള സൽത്താനേറ്റ് ഭരണം, ഒരുപാട് പള്ളികൾ, ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു പേർഷ്യൻ സിവിലൈസേഷൻ ഇവിടെ ഗ്രോ ചെയ്ത് തുടങ്ങി. സോ ആർട്ടിസ്റ്റുകളെ വേണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുത്തുബ് മിനാറിൽ കണ്ടതുപോലെ അറബി വാക്കുകളുടെ ഇടയിൽ പൂക്കളോ അല്ലെങ്കിൽ അതിനിടയിൽ മറ്റ് പുഷ്പങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇത് പ്യുവർ കാലിഗ്രഫിയാണ്. അതായത് ഈ മംഗോൾ ഇൻവേഷന്റെ സമയത്ത് ബഗ്ദാദിൽ നിന്നും മറ്റിവിടേക്ക് വന്ന കാലിഗ്രഫിസ്റ്റുകൾ ഇവിടെ വന്ന് പ്രൊഫഷണൽ ആയിട്ട്, അതായത് കാലിഗ്രഫി ചെയ്യുന്ന ആളുകൾക്ക് പദവി വന്നു തുടങ്ങി. അതായത് അബുൽ ഫസൽ തന്നെ അക്ബർനാമയിൽ 12ഓളം കാലിഗ്രഫിസ്റ്റുകളുടെ പേര് എടുത്തു പറയുന്നുണ്ട്. രാജകൊട്ടാരത്തിലെ കാലിഗ്രഫിസ്റ്റുകൾ, ഇവരിൽ പലരെയും പുറത്തുനിന്ന് വിളിച്ചു വരുത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാനാണ് ഇത് ചെയ്തത്, അതായത് വെൽ പ്രൊഫഷൻ, അതായത് ആ ഒരു മേഖലയിൽ അഗ്രഗണ്യന്മാരായിരിക്കും. അവര് വന്നിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് അവരാണ് ചെയ്തത് എന്നുള്ളതിന്റെ സൂചന ബാക്കിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു തുടങ്ങി? സിഗ്നേച്ചറുകൾ ഇട്ടു തുടങ്ങി. സോ അതൊരു വലിയ പ്രൊഫഷനായി മാറി. അപ്പൊ ഈ പള്ളി കാണാൻ പുറത്തുനിന്ന് ആൾക്കാർ വരും. അപ്പൊ അവർ ഈ പള്ളി കാണുന്ന സമയത്ത് ഇതിലെ കാലിഗ്രഫി ഒക്കെ ശ്രദ്ധിക്കും. എന്നിട്ട് തൊട്ട് താഴെ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളൊരു പെയിന്റിങ് കാണുകയാണ് റാൻഡം ആയിട്ട്, നല്ല അടിപൊളി ഒരു പെയിന്റിംഗ് ആണ്. സൈഡിൽ നോക്കിയപ്പോൾ പേര് പിക്കാസോ എന്ന് കൊടുത്തേക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, ഇത് പിക്കാസോ വരച്ച പെയിന്റിംഗ് ആണോ? അതുപോലെയാണ് ഈ കാലഘട്ടം ആയപ്പോഴത്തേക്ക് അവരുടെ ഒരു പദവിയിൽ മാറ്റം വന്നു കാലിഗ്രഫേഴ്സിന്റെ. സോ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് ഒപ്പിട്ട് തുടങ്ങുന്നത് ഇവരുടെ കാലിഗ്രഫി വർക്കുകൾ. ഇത് നിങ്ങൾക്ക് ഇസ്ഫഹാനിലെ പള്ളിയിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോർഡോബ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തേക്കുന്ന കാലിഗ്രഫികളിൽ ഈ ഒപ്പ് കൊടുത്തേക്കുന്ന കൾച്ചർ കാണാൻ പറ്റും. സോ എനിവേ, ബുലന്ദർവാസയിലെ കാലിഗ്രഫി മറ്റൊരു കാര്യങ്ങൾ ഇതാണ്. ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു
13ാം നൂറ്റാണ്ടിൽ നിന്ന് ഒരു സഡൻ ജമ്പ് ഒരു 15ലേക്ക് പെട്ടെന്ന് വന്നു. കാരണം സുൽത്താനേറ്റ് ഇറയിലെ മറ്റു പള്ളികൾ ഒരുപാടുണ്ട്. അട്ടല ജുമാ മസ്ജിദ്, അങ്ങനെ ഡൽഹിയിലും ബേസ് ചെയ്ത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, അതിലൊക്കെ കാലിഗ്രഫി ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ വാപ്പ ഹുമയൂണിന്റെ വാപ്പയാണ് ബാബർ. അതായത് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ്. ബാബർ തന്നെ കണ്ടെത്തിയ ഒരു കാലിഗ്രഫി ഉണ്ട്, അതിന് ഖത്തെ ബാബരി എന്നാണ് വിളിക്കുന്നത്. പുള്ളി ആ ലിപിയിലാണ് തർക്കിഷ് എഴുതിയിരുന്നത്. പക്ഷെ അത് പുള്ളി കുറച്ചു കാലം മാത്രമേ ഭരിച്ചുള്ളൂ. 4-5 കൊല്ലത്തിനുള്ളിൽ പുള്ളി മരണപ്പെട്ടു. പിന്നീട് അതിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് ആ ലിപി ഇല്ലാതെ പോയി. അതുപോലെ തന്നെ ഇല്ലാതായിപ്പോ ഒരു ലിപിയാണ് ബീഹാരി ലിപി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഉണ്ടായി വന്നത്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് ആക്ച്വലി അക്ബർ ചക്രവർത്തിയുടെ ഖബറിൽ ഉള്ള ഒരു കാലിഗ്രഫിയാണ് ഇത്. അക്ബർ ചക്രവർത്തിയുടെ ഖബറിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെയാണ് ഹിസ്റ്റോറിക്കലി കാലിഗ്രഫിയുടെ മൂല്യം ഒരുപാട് കൂടുന്നത്. കാരണം അക്ബറിന്റെ ഖബറിനുള്ളിൽ കൊടുത്തേക്കുന്ന കാലിഗ്രഫി മുഴുവൻ പേർഷ്യനിലാണ്, 2-3 ലൈനുകൾ ഒഴിച്ച്. ബാക്കി എല്ലാം പേർഷ്യനിലെ നസ്താലിഖിൽ ചെയ്തിട്ടുള്ള രാജാവിന്റെ വിജയം, രാജാവ് ചെയ്ത കാര്യങ്ങള്, അങ്ങനെ രാജകീർത്തി എന്നുള്ള രീതിയിലാണ് ആ ഖബറിടത്തിലെ മുഴുവൻ കാലിഗ്രഫി വർക്കും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ജഹാംഗീർ എഴുതി ചേർത്ത ഖുർആൻ വചനങ്ങളാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അക്ബറിന്റെ കാലഘട്ടം വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചുവന്ന കല്ലുകളിലാണ് കാലിഗ്രഫി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നീല കളർ ടൈലിനുള്ളിലേക്ക് ഗോൾഡ് കളർ മെറ്റൽസ് അല്ലെങ്കിൽ ഗോൾഡ് കളർ കൊടുത്തിട്ട് കാലിഗ്രഫി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. ഒരു സ്വിച്ച് സംഭവിച്ചു. പിന്നെ ഈ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന ഈ വർക്കുകളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, മെഷീൻ ഒന്നും ഇല്ല. സൊസൈറ്റി അങ്ങനെയുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കൊത്തുപണികൾ ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല. ഇതൊക്കെ മനുഷ്യർ സ്വന്തം കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ആ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനം ഇത്ര ഭംഗിയായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അവരുടെ മികവും തികവും ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഇതിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് ടോട്ടലി ഒഴിവാക്കലേ നടക്കൂ. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പ്രിന്റുകളോ മറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് ചെയ്യുന്നത്. അതിനെ മുഴുവൻ ഒഴിവാക്കിയിട്ട് അടുത്ത പീസ് സ്ഥാപിക്കുക. അങ്ങനെയുള്ള സാധനം നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ താജ്മഹലിന്റെ ടിപ്പ് ടു ടോപ്പ് മുഴുവൻ എന്താണ് കാലിഗ്രഫിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനിടയിൽ പൂക്കളുണ്ട്, ഒരുപാട് ഈവൻ മുഗൾ ടൈമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിയേച്ചേഴ്സ് ആണ്. നിങ്ങൾ ചില മുഗൾ പെയിന്റിംഗ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പെയിന്റിംഗ് ആയിരിക്കും, അത് ഇത്രേ ഉണ്ടാവുള്ളൂ, ചെറുതായിരിക്കും, പക്ഷെ ഹൈലി ഡീറ്റെയിൽഡ് ആയിരിക്കും. എല്ലാം ഉണ്ടാകും അതില്. ചെറിയ ബ്രഷുകൾ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. സോ അക്ബറിന്റെ ഖബറിൽ നിങ്ങൾക്ക് ഒരു സ്വിച്ച് ആണ് ഈ സൂചിപ്പിക്കുന്നത്. കാലിഗ്രഫിയിൽ മുമ്പുണ്ടായിരുന്ന ചെങ്കല്ലുകളിൽ നിന്ന് കൊത്തിയെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജഹാംഗീറിന്റെ പീരീഡിൽ വന്ന ഒരു കാലിഗ്രഫി രീതിയാണിത്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ചുവന്ന കല്ലില് അല്ലെങ്കിൽ നീലക്കല്ല്. ഇപ്പൊ ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയൊരു പോർഷൻ ആണ് ഹുമയൂൺസ് ടോംബ്, ഹുമയൂണിന്റെ ഖബറിടത്തിലുള്ളത്. അപ്പൊ അത് അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചുവന്ന കല്ലിൽ വെള്ള മാർബിളുകളും നീലക്കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺസും കാലിഗ്രഫി ഒക്കെ കാണാം. പക്ഷെ പൂർണ്ണമായും വെള്ള മാർബിളിൽ കാലിഗ്രഫി ചെയ്ത്, അതുപോലെ തന്നെ വെള്ള മാർബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനിടയിൽ പൂക്കൾ കൊണ്ടുള്ള വർക്കുകളൊക്കെ കാണാം. അതായത് കല്ല് ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് അതിലേക്ക് പൂക്കളും മറ്റും വരച്ചിട്ട് ആ പൂക്കളുടെ ഉള്ളിൽ വേറെ കല്ലുകൾ വെച്ചു കൊടുക്കുന്ന ഇതിന് പറയുന്നത് പിയട്ര ഡ്യൂറ എന്നാണ്. അതായത് ഒരു വലിയ മാർബിളിന് ഇങ്ങനെ കൊത്തി എടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഈ ഒരു പീരീഡ് ആയപ്പോഴത്തേക്ക് തന്നെ മുഗൾസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? അക്ബറിന്റെ കാലഘട്ടം മുതലേ തന്നെ ജീവികളുടെയും മറ്റും രൂപങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അക്ബറിന്റെയും ജഹാംഗീറിന്റെ കാലഘട്ടത്തിന്റെ ആദ്യം വരെയും എന്തുണ്ട്, ഇത് വളരെ പ്രിഡോമിനന്റ് ആയിട്ടുണ്ട്. പക്ഷെ ഷാജഹാന്റെ പീരീഡ് ആയപ്പോഴത്തേക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. വീണ്ടും ഈ പൂക്കളും വള്ളികളും ഇലകളും അതിനിടയിൽ ഖുർആന്റെ വചനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആർട്ട് ആൻഡ് കൾച്ചർ വന്നു. ബട്ട് ആക്ച്വലി ഇവിടെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് എനിക്ക് അത്രയും ടൈം ഇല്ല. ഇതിൽ നിങ്ങൾക്ക് മുഗൾ ജാളീസ് കാണാം, അതുപോലെ തന്നെ ഛത്രികൾ കാണാം. താജ്മഹലിന്റെ മുന്നോടിയായി നിർമ്മിക്കപ്പെട്ട, താജ്മഹലിന് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ചിത്രത്തിലുള്ളത്. ദി ഇത്മത്തു ദൗല എന്ന് പറയുന്ന ഒരു മുഗൾ മുഗൾ മന്ത്രിയുടെ ഖബറിടമാണ്. ഇത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകളും ജഹാംഗീറിന്റെ ഭാര്യയുമായിരുന്നു, ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയുമായിരുന്ന നൂർജഹാൻ നിർമ്മിച്ചു കൊടുത്തതാണ് ഈ ടൂംബ്. അപ്പൊ ഇതിലെ കാലിഗ്രഫി വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് ഒരു മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു കാലിഗ്രഫിസ്റ്റ് ആണ്. പുള്ളി ഇറാനിൽ നിന്ന്, ലാഹോറിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് അയച്ച് ഇതിന്റെ മുഴുവൻ വർക്കുകളും അയാൾ ചെയ്തതിന് ശേഷം അന്നത്തെ സമയത്ത് പുള്ളിക്ക് ഏകദേശം 10 ലക്ഷം മുഗൾ മുഹൂർ കൊടുത്തു എന്നാണ്. ഒരു മുഗൾ മുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു 12 ഗ്രാമോ 12 പവനോ സ്വർണം വരും. അത് അങ്ങനത്തെ 10 ലക്ഷം മുഗൾ മുഹൂർ കൊടുത്തു അയാൾ ഇത് മുഴുവൻ ചെയ്തു കഴിഞ്ഞപ്പോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ കാലിഗ്രഫിസ്റ്റുകൾ എത്രമാത്രം വെൽ പെയ്ഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു കാര്യം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യമല്ല.
ഇതിന്റെ കാലിഗ്രഫിസ്റ്റിന്റെ പേര് അബ്ദുൽ നബി എന്നാണ് കേട്ടോ, മുഹമ്മദ് നബി അല്ല, അബ്ദുൽ നബി എന്നാണ്. സോ നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഈ ഒരു ബിൽഡിങ്ങിലും, സ്ലൈഡ് കുറച്ച് മുകൾക്കൊന്ന് മാറ്റൂ, മീൻസ് താഴത്തേക്ക് ബിൽഡിംഗ്, ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്, കാലിഗ്രഫിസ്റ്റിന്റെ ഒപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒപ്പ് കാണാം റൈറ്റ് സൈഡിൽ. ഇത്മത്തു ദൗലയുടെ ടോംബിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ പൂർണ്ണമായും വെള്ള മാർബിളിൽ കാലിഗ്രഫി ചെയ്തു തുടങ്ങുന്നത്. ഈ ഇത്മത്തു ദൗലയുടെ ടോംബിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള മാർബിളിൽ കൊത്തിയെടുത്തേക്കാണ്, വെള്ളയിൽ കറുപ്പ് ഇൻലേ ചെയ്തേക്കല്ല, വെള്ളയിൽ വെള്ള കൊണ്ട് തന്നെ കാലിഗ്രഫിയാണ്. അതായത് ഒരു മാർബിളിനുള്ളിലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കളഞ്ഞിട്ട് അതിനുള്ളിൽ ഈ അക്ഷരങ്ങൾ ഇത്ര ഭംഗിയായിട്ട് കൊത്തിയെടുക്കുന്ന ഒരു രീതി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പ് ഇവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒപ്പിടുന്ന രീതി തുടങ്ങി. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. സോ ഇത് ഏത് ബിൽഡിംഗ് ആണെന്ന് ഗസ് ചെയ്യാവോ? എല്ലാരും ഉറങ്ങിയോ? താജ്മഹൽ. ഓക്കെ, ഇല്ല ഇല്ല താജ്മഹൽ. ഓക്കെ, ഇത് താജ്മഹലാണ്. ഇപ്പൊ താജ്മഹൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതിന്റെ താജ്മഹലിന്റെ ഭംഗി എല്ലാവരും പറയും താജ്മഹൽ വൈറ്റ് മാർബിൾ കൊണ്ട്, ടോട്ടലി വൈറ്റ് മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഭംഗിയുടെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ള മാർബിളില് വളരെ ഭംഗിയായിട്ട് പിയട്രാഡ്യൂറയും അതുപോലെ തന്നെ കാലിഗ്രഫിയും ഉപയോഗിച്ചിട്ടുള്ള ഈ കൊത്തുപണികളില്ലേ, ആ കൊത്തുപണികളാണ് ശരിക്കും ഈ വെള്ളയുടെ ഭംഗി അത്രയും കൂട്ടുന്നത്. താജ് നമുക്ക് ഇങ്ങനെ ദൂരേന്ന് കാണുമ്പോൾ നല്ല രസമാണ് താജ് കാണാൻ, പക്ഷെ ശരിക്കും നിങ്ങൾ താജ് കണ്ടത് താജ് അടുത്ത് പോയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു 1600-1700 കാലഘട്ടത്തിനിടയിൽ എന്ന് ആലോചിച്ച് നോക്കുക, ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല, മെഷീനുകൾ വന്നിട്ടില്ല, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു വലിയ മാർബിള് കട്ടയെ ഇങ്ങനെ ചുരന്നെടുത്ത് അതിനൊരു രൂപമാക്കി അതിൽ ഈ കൊത്തുപണികൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ അന്നത്തെ കലാവൈഭവം, പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കൊത്തുപണികളും ഉപയോഗിക്കാൻ പറ്റില്ല, ജീവനുള്ളതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അതിന് ബാധകമായി നിലനിന്നുകൊണ്ട് അത്ര ഭംഗിയായിട്ടൊരു കാര്യത്തെ തീർത്തെടുക്കുമ്പോഴാണ് താജ് ലോകാത്ഭുതമാവുന്നത്. സോ ഈ ലോകാത്ഭുതത്തോട് ചേർത്ത് വെച്ച് വായിക്കപ്പെടുന്ന ഒരു കാലിഗ്രഫിസ്റ്റ് ഉണ്ട്, ഉസ്താദ് അമാനത്ത് അലി ഖാൻ ഷിറാസി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മറ്റെന്താണ്, പക്ഷെ പുള്ളിയുടെ ഒരു കീ നെയിം ഇതാണ്. പുള്ളി ഷിറാസ് എന്ന് അക്ബറിന്റെ കാലഘട്ടത്തിൽ വിളിച്ചു വരുത്തുന്നതാണ്. അന്ന് അദ്ദേഹത്തെ വരുത്തുന്നതിന് എത്രയോ 1000 കുതിരകളെയോ മറ്റോ കൊടുത്തിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഇവിടേക്ക് വരുത്തുന്നത്. അക്ബറിന്റെ ടോംബിലെ കാലിഗ്രഫി അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ കാലിഗ്രഫി ആര് ചെയ്തിട്ടുണ്ട്? ഈ ഉസ്താദ് അമാനത്തുള്ള ഖാൻ അല്ലെങ്കിൽ ഉസ്താദ് അലി ഖാൻ ഷിറാസി ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ താജ്മഹൽ ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഇതിന്റെ നമ്മൾ കയറുന്ന ഗേറ്റിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് പുള്ളിയുടെ ഒപ്പുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ എവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് പുള്ളിയുടെ ഒപ്പാണ്, അമാനത്ത് ഖാൻ ഷിറാസി. അതെ, ഉസ്താദ് അമാനത്ത് ഖാൻ ഷിറാസി എന്നാണ്. അപ്പൊ നിങ്ങൾ ഇനി പോകുമ്പോൾ ആസ് എ കാലിഗ്രഫിസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ലൈക്ക് ഇത് ചെയ്ത് ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഇത്രയും കാലിഗ്രഫിയും ചെയ്ത് തീർത്ത ഡിസൈൻ ചെയ്ത കാലിഗ്രഫിസ്റ്റിന്റെ ഒപ്പാണ്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് സുലുസിന്റെ തുകറ രൂപത്തിലുള്ള ഒരു കാലിഗ്രഫി തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിലും വളരെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു കാലിഗ്രഫിയാണ് സുലുസ് എന്നുള്ളത്. പിന്നെ താജ്മഹൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കബറിടങ്ങളിൽ ഇങ്ങനെ ഖുർആൻ കൊത്തിവെക്കുന്നത്? ലൈക്ക് ഇന്ന് നമുക്ക് പേപ്പർ ഭയങ്കര സുലഭമാണ്, എല്ലായിടത്തും പേപ്പർ കിട്ടും. നമുക്ക് ഖുർആൻ എന്നുള്ളത് പ്രിന്റ് എല്ലായിടത്തും ഉണ്ട്, ജസ്റ്റ് കയ്യിലെടുക്കുക വായിക്കുക. ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഈ മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അന്നത്തെ കാലത്ത് ഇതില്ലല്ലോ. അപ്പൊ അങ്ങനെ എത്തുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ തന്നെ കൊത്തിവെക്കുന്നത്, ഒരു കാരണം. രണ്ട്, ഇതൊരു ബ്ലെസ്സിങ് ആണ്. സോ അതിന്റെ ഒരു അനുഗ്രഹം ആ കബറിലുള്ള ആൾക്ക് കിട്ടും എന്നുള്ള വിശ്വാസമാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താജ്മഹലിൽ നിങ്ങൾക്ക് യാസീൻ എന്ന് പറയുന്ന ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ 21ഓളം ആയത്തുകൾ കാണാൻ പറ്റും. മറ്റൊരു അധ്യായമായ മുൽക്ക് എന്ന് പറയുന്ന ഒരു അധ്യായം പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ തക്കാസുർ എന്ന് പറയുന്ന ഒരു അധ്യായത്തിന്റെ നല്ലൊരു ഭാഗമുണ്ട്. നിങ്ങൾ കാലിഗ്രഫിസ്റ്റുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ തീൻ എന്ന് പറയുന്ന ഒരു സൂറത്തിന്റെ മുഴുവൻ ഭാഗമുണ്ട്. മുസമ്മിൽ എന്ന് പറയുന്ന സൂറത്ത് പൂർണ്ണമായിട്ടുണ്ട്. സോ അപ്പൊ ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. സോ അപ്പൊ അന്നത്തെ കാലത്ത് ഇത് വായിക്കുക എന്നുള്ളത് കൂടി ഉണ്ട്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്നാണ് കേട്ടോ പോകുന്നത്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര റഷായിട്ടാണ് പോകുന്നത്. ഇത് ഡൽഹിയിലെ ജമാ മസ്ജിദ് ആണ്. ഷാജഹാൻ ചക്രവർത്തി താജ്മഹലൊക്കെ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം തലസ്ഥാനം മാറ്റുന്നുണ്ട് ഡൽഹിയിലേക്ക്. അന്ന് അദ്ദേഹം കമ്മീഷൻ ചെയ്ത പള്ളിയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ്. ഇതിന്റെ ആർട്ടിസ്റ്റും ഉസ്താദ് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. അതായത് താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ ഡിസൈൻ ചെയ്ത ഡിസൈനേഴ്സിലുള്ള ഒരാളാണ് ഉസ്താദ് അബ്ദുൽ ഹമീദ് ലാഹോരി. അപ്പോ പുള്ളി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തത്.
ഇതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രൗഢഗംഭീരമായ ഒരു പള്ളിയിൽ നിന്ന് ലൈക്ക് ബിൽഡിങ്ങിന്റെ വലിപ്പം കൊണ്ട് നമുക്ക് പറയാം, പക്ഷെ ആക്ച്വലി പള്ളി നിർമ്മിച്ചേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു. കാരണം ഷാജഹാൻ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, വളരെ ലളിതമായി നിർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബൈസന്റൈൻ, ടർക്കിഷ്, ഇറാനി ആർക്കിടെക്ചർ ഒക്കെ ഇസ്ലാമിക് ആർക്കിടെക്ചറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് പള്ളിയുടെ ഡോമിന് തൊട്ടു ഫ്രണ്ടിലായിട്ട് ഈ താമര ഇതളുകൾ കാണാം, അതുപോലെ തന്നെ പൂക്കൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ, ഫ്ലോറൽ പാറ്റേൺസ് കാണാം. പക്ഷെ ഇപ്പോഴും ഖുർആനും അറബ് വാക്യങ്ങളും സെപ്പറേറ്റ് ആണ്, ഈ മറ്റ് ഡിസൈൻസ് വേറെയാണ്. സോ അതിലൊരു മാറ്റാണ്, ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് ഡിസൈനിൽ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എപ്പോഴെങ്കിലും ഇനി ജമാ മസ്ജിദിൽ പോവുകയാണെങ്കിൽ പള്ളിയുടെ ഇങ്ങനെ കമാനങ്ങൾ, ആർച്ചുകളിൽ നിങ്ങൾക്ക് തൊട്ടു മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ യാ ഹാദി, യാ ഹാദി, അതായത് ദൈവത്തിന്റെ ഒരു പേരാണ് യാ ഹാദി എന്നുള്ളത്. ഗൈഡ് ചെയ്യുന്നവൻ, മാർഗദർശനം കാണിക്കുന്നവൻ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള പേരാണ് ആ പള്ളിയുടെ വാതിലുകളിലൊക്കെ. വാതിലുകൾ മാർഗമാണ്, അപ്പൊ മാർഗത്തിലേക്ക് കടക്കുന്നതിന് മാർഗദർശനം ചെയ്യുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ യാ ഹാദി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഏറ്റവും നടുവിലായി യാ ഗഫാർ, അതായത് പാപമോചനം നൽകുന്നവൻ എന്നുള്ളൊരു വാക്ക് കാണാം. ഇതൊക്കെ ചെയ്തേക്കുന്നത് തുഹറയിലാണ്. പക്ഷെ കൂഫി ലിപിയിൽ ഒരു വാചകമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദൈവിക വചനം മാത്രമാണ് കൂഫി ലിപിയിൽ കൊടുത്തേക്കുന്നത്. സോ ഇതില് വേറെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓരോ കമാനങ്ങളുടെയും മുകളിൽ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ ഈ ആർച്ചുകളുടെ മുകളിൽ ഒരു ബ്ലാക്ക് സ്ക്വയറിൽ എഴുതിയേക്കുന്ന കണ്ടില്ലേ, ഇത് അറബിയിൽ ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവുമാണ്. നിങ്ങൾക്ക് വലിയ കവാടത്തിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ബ്ലാക്ക് സ്ക്വയറുകളിൽ ഓരോ കമാനത്തിന്റെയും ഓരോ ആർച്ചിന്റെയും മുകളിൽ എഴുതിയേക്കുന്ന കാണാം. ഇത് അറബിയിൽ തന്നെ ഈ പള്ളിയുടെ നിർമ്മാണം, ഇത് എത്ര കാലഘട്ടം എടുത്തു, എത്ര ചിലവായി, എത്ര ആളുകൾ പങ്കെടുത്തു, അത്തരം ചരിത്രപരമായ രേഖകളാണ്. ലൈക്ക് നിങ്ങൾ വിചാരിക്കും കാലിഗ്രഫി എന്നുള്ളത് ഓക്കെ ഇങ്ങനെ പുസ്തകങ്ങളിൽ ഞങ്ങൾക്ക് വരച്ചു കൊടുത്ത് അല്ലെങ്കിൽ ആളുകളുടെ മുറികൾ അലങ്കരിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അല്ല, ഏകദേശം ഒരു 1000 വർഷത്തിനടുത്ത് വരെയുള്ള ചരിത്ര പാരമ്പര്യമുള്ള, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂഫി ലിപിയിൽ തുടങ്ങി അതിൽ പൂക്കളും മറ്റ് ഇന്ത്യൻ അലങ്കാര പണികളോടുകൂടിയുള്ള കാലിഗ്രഫി അതിൽ നിന്ന് വിഭിന്നമായി വളർന്നു. ഇന്ത്യൻ ലിപികൾ ഉണ്ടായി, ഇന്ത്യയിലെ രാജാക്കന്മാര് ലിപികൾ കൊണ്ടുവന്നു, അവരതിൽ ചരിത്രം എഴുതി, അവർ നടന്ന സംഭവങ്ങൾ എഴുതി, നാണയങ്ങൾ അച്ചടിച്ചിറക്കി. ഇപ്പൊ ഈ കാലഘട്ടത്തിലെ മുഴുവൻ ഇത്രയും സുദീർഘമായ ഒരു മധ്യ ഇന്ത്യൻ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാ സംവിധാനമാണ് കാലിഗ്രഫി എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ അതിന് ഏകദേശം 1000 വർഷത്തിലധികം, ഇപ്പൊ നിലവിൽ 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഭാഷയ്ക്ക് ഗവൺമെന്റ് ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുക്കലുണ്ട്. 1000 വർഷത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു തെളിയിക്കപ്പെട്ട ഒരു ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുക്കലുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈവൻ നമ്മുടെ കേരളത്തിൽ കഥകളി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ എന്ത് വന്നിട്ടുണ്ട്, കാലിഗ്രഫി വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ചരിത്രപരമായി പിന്തൂക്കമുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൽ അത്രയും സാധ്യതയുള്ള അല്ലെങ്കിൽ പഠനശാഖകള്, നിങ്ങളൊരു മികച്ച കാലിഗ്രഫിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഡൽഹിയിൽ ആർക്കിയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹിസ്റ്റോറിക്കൽ ഏരിയ ഉണ്ട്, ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്. ആ മോണുമെന്റ്സിലൊക്കെ തന്നെ അറബിയിലും പേർഷ്യനിലൊക്കെ ആയിട്ട് ഒരുപാട് ലിപികൾ ഇപ്പൊ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടോട് അവൻ അവിടെ അടുത്ത് താമസിക്കില്ല, അപ്പൊ അവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ പോകുമ്പോൾ ഈ കബറിടങ്ങളിലും മറ്റുള്ള ഈ ലിപികൾ ഇങ്ങനെ വെറുതെ വായിക്കാൻ നോക്കും, പൊട്ടും പൊടിയൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പൊ കാലിഗ്രഫി അറിയുന്ന, അറബ് അത്ര ഭംഗിയായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇത് വായിക്കാനും ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനും, പല ടൂമ്പുകളും അൺഐഡന്റിഫൈഡ് ആണെന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി സ്റ്റിൽ അവിടെ ഈ കാലിഗ്രഫി ഉണ്ട്. ആ കാലിഗ്രഫിയിൽ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും ഉണ്ട്. പക്ഷേ കാലിഗ്രഫി അറിയുന്ന, ഈ ഭാഷ അറിയുന്ന ചരിത്രകാരന്മാരെന്നുള്ളത് വളരെ വിരളാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് റിസർച്ചിനും ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്ലാമിക ഫത്വകളെല്ലാം, ഫത്വ എന്നുള്ളത് ആ സമൂഹത്തിലെ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ എഴുതിയേക്കുന്നത് അറബിയിലാണ്. നിലവിലെ ഇന്ത്യൻ ചരിത്രകാരന്മാരില് ഇപ്പൊ നിങ്ങൾ മേജർ ഹിസ്റ്റോറിയൻസിന് എടുത്താൽ അവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് പേർഷ്യനിലാണ്, പോർട്ട് ലാംഗ്വേജിലാണ്. അപ്പൊ ഇവർക്ക് ഈ സോഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണങ്ങളിലൊന്ന് അവർക്ക് അറബി അറിയാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഇത്തരം കെട്ടിടങ്ങളിൽ എഴുതിയേക്കുന്ന അറബി കാലിഗ്രഫിയും മറ്റും വായിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. സോ നിങ്ങൾ അങ്ങനെ ഒരു റിസർച്ചിനോ തുടർ പഠനങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കാലിഗ്രഫി എന്നുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാലിഗ്രഫി മാത്രമല്ല, നിങ്ങൾ അറബിയിലും അതിന്റെ ചരിത്രത്തിലും ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലിഗ്രഫി ഒരു മതപരമായ കലയല്ല, എന്നാൽ മതത്തിപ്പം മതാനുഷ്ഠാനങ്ങളെ ഒക്കെ പിൻപറ്റുന്ന എന്നാ മതപരമായ ഒരു കലയല്ല. ഇപ്പൊ ഞാൻ പറയും ഇത് മുഴുവൻ ഇത്രയും നേരം പറയുന്നത് പള്ളികളിലെ കാലിഗ്രഫിയെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് തഞ്ചാവൂരിലും അതുപോലെ തന്നെ ഹംപിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിലെ കാലിഗ്രഫി ചെയ്തേക്കുന്നത് കാണാം.
അമ്പലങ്ങളിൽ അറബിയും പേർഷ്യനും ഉപയോഗിച്ചിട്ടുള്ള കാലിഗ്രഫികളുണ്ട്. അവിടെയുള്ള സുൽത്താൻമാർ കൊടുത്തേക്കുന്ന ഡൊണേഷനും മറ്റും കൊടുത്തേക്കുന്നതിന്റെയും അതുപോലെ തന്നെ മുഗൾസ് കൊടുത്തേക്കുന്ന ഫർമാനൊക്കെ ഇപ്പോഴും പല അമ്പലങ്ങളുടെ ട്രഷറിയിൽ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലിഗ്രഫി എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ മാത്രം കലയല്ല, മറിച്ച് അത് ജനകീയമായി അംഗീകരിക്കപ്പെട്ട, ആസ്വദിക്കപ്പെട്ട, ഇപ്പൊ നിങ്ങൾക്ക് മുഗൾ ടൈമിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള കാലിഗ്രഫേഴ്സ് ഉണ്ട് പേർഷ്യൻ ഭാഷയിൽ കാലിഗ്രഫി ചെയ്യുന്നത്. അപ്പോ മതം, സംസ്കാരം ഇതിനൊക്കെ അതീതമാണ് എപ്പോഴും കല എന്നുള്ളത്. അപ്പൊ ആ കല നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ചരിത്രം കൂടി അറിയാൻ പറ്റി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അതിന്റെ പൈതൃകം മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി ആളുകളിലേക്ക് നിങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് ടൈം എടുത്തു തോന്നുന്നു. ലൈക്ക് എനിക്ക് തന്നിട്ടുള്ള ടൈം നിയർലി 1 hour സംതിങ് ആയിരുന്നു. ഇപ്പൊ ഒരുപാട് എക്സീഡ് ചെയ്തു. ഐ എം റിയലി സോറി. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, കാലിഗ്രഫി നിങ്ങൾ ചെയ്യുന്നത് പീസ് ഓഫ് ആർട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറുഭാഗം എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് മോർ ഓവർ അതിന് ഹിസ്റ്ററിയിൽ എന്തുണ്ട്, റൂട്ട്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലിഗ്രഫിയുടെ ചരിത്രം മാത്രമാണ്. ഇപ്പോ നിങ്ങൾ ലൈക്ക് ഗൺ പൗഡർ എംപയർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു മധ്യ കാലഘട്ടത്തിലെ ലോക സാമ്രാജ്യമാണ്. അന്നുള്ളത് നിങ്ങൾക്ക് ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമൻസിനെ കാണാം. യൂറോപ്പിന്റെ നല്ലൊരു ഭാഗവും അറബ് ഉപദ്വീപുകളിലൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഓട്ടോമൻസ്, ഇറാന്റെയും പേർഷ്യയുടെ നല്ലൊരു ഭാഗത്തിലായിട്ട് പരന്നു കിടക്കുന്ന സഫവിറ്റ്സ്, ഇന്ത്യയും ഇന്ത്യൻ കടലുകളെയൊക്കെ അടക്കി ഭരിക്കുന്ന മുഗളന്മാർ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മുഴുവൻ വിഭാഗവും ഉപയോഗിച്ചിരുന്ന ഭരണഭാഷ പേർഷ്യനും ഇവർ ഉപയോഗിച്ചിരുന്ന മതഭാഷ അറബിക്കുമാണ്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ പള്ളികളിലെ എഴുത്തുകൾ, ഇവരെഴുതിയ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഇവരെഴുതിയ പുസ്തകങ്ങൾ, ഇതിലൊക്കെ ഈ കാലിഗ്രഫി ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചരിത്രം വായിക്കാൻ പറ്റും. ഇത്രയും നീണ്ട ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ സാമ്രാജ്യങ്ങൾ ഇത്രയും വലിയ ഗഹനമായ രീതിയിൽ അവരുടെ പള്ളികളെയും കൊട്ടാരങ്ങളെയും, ഈ ഉമയ്യദ് കാലഘട്ടങ്ങളിലെയും അതുപോലെ തന്നെ അബ്ബാസിദ് കാലഘട്ടങ്ങളിലെയും കൊട്ടാരങ്ങളിൽ ഇത് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജെറുസലേമിലും മറ്റുള്ള ക്രിസ്ത്യൻ കൊട്ടാരങ്ങളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അറബിക് കാലിഗ്രഫി ഉണ്ട്. രാജാവിന്റെ പേര്, ഭരണവർഷം, പ്രാർത്ഥനകൾ, ഇതൊക്കെ ഉണ്ട്. ഈ രേഖകളൊക്കെ അറബിക് കാലിഗ്രഫിയിലാണ്. സോ നിങ്ങൾ ചെയ്യുന്ന കാലിഗ്രഫി അല്ലെങ്കിൽ അറബ് കാലിഗ്രഫി എന്നുള്ളത് അത് പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായ ഒരു കലാരൂപമല്ല, മറിച്ച് അതിന് ചരിത്രമുണ്ട്. അതിന് 1000 അല്ലെങ്കിൽ 1200 വർഷത്തോളം പിന്നോട്ട് പറയാനുള്ള ഒരു ചരിത്രമുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ നിലനിർത്തുക എന്നുള്ള രീതിയിൽ, ലൈക്ക് ഞാൻ റീസെന്റ് ഫർസാനക്കയോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇബാദത്താണ് എന്നുള്ളത്. ഇബാദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരാധന എന്നുള്ളതാണ്. അതായത് ഈ എഴുതുന്നതിന് പ്രവാചക ശൈലിയിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് എന്നുള്ള രീതിയിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ എഴുത്തുകാരുണ്ടായിരുന്നു. പ്രവാചകന് ദൈവിക ബോധനം ലഭിച്ചു അല്ലെങ്കിൽ ഈ വഹി ലഭിച്ചു എന്നുള്ള ലഭിക്കുന്ന സമയത്ത് പ്രവാചകൻ ഇത് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും. അനുയായികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കും ഇത് എഴുതുന്നത്. അതിലൊരാളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത. അങ്ങനെ തുടങ്ങി പ്രവാചകന്റെ അനുയായികളുണ്ട്. അപ്പൊ അവരിത് ചെയ്തിരുന്നത് എന്താണ്, ഒരു ആരാധന എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതില് കാലിഗ്രഫിയിലേക്ക് വരുമ്പോഴേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ആരാധനയാണ്, കലയാണ്, ചരിത്രമാണ്. അപ്പൊ ഇത് മൂന്നും സമന്വയിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ചെയ്യുന്ന കാലിഗ്രഫി ആയിരിക്കാം ഒരു 10-300 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചരിത്രത്തോട് കൂട്ടി വായിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞ നൂറുല്ല ഖാസിമി അല്ലെങ്കിൽ ഉസ്താദ് അഹമ്മദ് ലാഹോരി, അമാനത്തുള്ള ഖാൻ ഷിറാസി, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരും ചരിത്രത്തിന്റെ ഭാഗമാവുന്നത് ഈ കാലിഗ്രഫിയിലൂടെയാണ്. സോ എനിവേ ഞാൻ ഇനിയും വലിച്ചു നീട്ടുന്നില്ല. ഞാൻ എന്നെ കൊണ്ട്, അതായത് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആരെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആർക്കും സംശയമൊന്നുമില്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഹലോ, കേൾക്കാവോ? ആ, ഫൈസൽ ജസീറാണ്. ഓക്കെ. തുടക്കം മുതലേ ഞാൻ ലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയാ, വേറെ ഇതുകൊണ്ട് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവസാന ഭാഗത്ത് എനിക്ക് ഇയാള് പറഞ്ഞ കുറെ കാര്യങ്ങൾ, ലൈക്ക് എന്താ പറയാ, എല്ലാ മോണുമെന്റുകളിലാണെങ്കിലും മുഗൾ കൺസ്ട്രക്ഷൻസിലാണെങ്കിലും പല ഫത്വകളും മറ്റുമൊക്കെ ആയിട്ട് ഇന്നും അത് കാണാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട്
അറിയപ്പെടാതെ പോയ കുറെ ചരിത്രങ്ങൾ ഈ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. ശരിക്കും ഈ എന്താ പറയാ, ഒരുപാട് ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു എവിഡൻസ് ആയിട്ട് ഈ ഒരു സംഭവം അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. ഇത് വായിച്ചെടുക്കുകയും നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും എന്താ പറയാ, അത് വായിച്ച് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. പല ചരിത്രങ്ങളും വളച്ചൊടിക്കുക അല്ലെങ്കിൽ ചരിത്രങ്ങള് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതാണല്ലോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ് ചരിത്രം എന്ന് തോന്നുന്നു. ഇത്രയും ഭയങ്കര രീതികളിലുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വായിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ കാലിഗ്രഫി തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് അതിന് സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് തന്നെ അതിന്റെ എല്ലാം മേലെ അത് കിടക്കില്ലേ എന്നൊരു സംശയം നിങ്ങളത് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലൂടെ അങ്ങനെ പോയി. ഇതിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കാലഘട്ടങ്ങളിലും ഇന്ത്യൻ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് ഓരോ വിഭാഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബ്രിട്ടീഷ് താല്പര്യം കാണാം, വലതുപക്ഷ ചായ്വുകൾ കാണാം, മത താല്പര്യങ്ങൾ കാണാം. സ്വാതന്ത്ര്യത്തിന് ശേഷവും ചരിത്രം എഴുതുമ്പോൾ ഇന്നത്തെയും ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് അത്തരം താല്പര്യങ്ങളുണ്ട്. അതിനപ്പുറം ഈ താല്പര്യങ്ങൾക്കപ്പുറം ചരിത്രകാരന്മാരെന്നുള്ളത് ഒരുപാട് പരിമിതികളുള്ള ആൾക്കാരാണ്. ഇപ്പം ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 ഭാഷ അയാൾ അറിഞ്ഞിരിക്കണം. അത്രയും ഭാഷകൾ അറിയുന്ന ഇന്ത്യൻ ചരിത്രകാരന്മാർ വളരെ കുറവാണ്. പല ഭാഷകളും ഇന്ന് നിലനിൽക്കുന്നു പോലുമില്ല. ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന, ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന്, ആർക്കും സ്വമേധയാ റിസർച്ച് ചെയ്യാൻ വയ്യ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവർക്കും അതിന് സാധിക്കുകയില്ല. അപ്പൊ ഈ സാധിക്കുന്ന ആളുകൾ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഇന്ത്യൻ ചരിത്രം നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരിക്കലും അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. ഈവൻ ഞാൻ പഠിക്കുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. വൺ ഓഫ് ദി ഫേമസ് ഹിസ്റ്റോറിയൻ ഇർഫാൻ ഹബീബ്, പുള്ളി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും ഡിപ്പാർട്ട്മെന്റിൽ വരും. അപ്പൊ ഞാൻ ഒരിക്കലും സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, മുഗളന്മാരെ പറ്റി മുഴുവൻ എഴുതി കഴിഞ്ഞില്ലേ, ഇപ്പം വേറെ ഭാഗങ്ങളല്ലേ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞത് മുഗൾ രേഖകളില് 1% പോലും ഇതുവരെ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്ര മാത്രമേ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും കടല് പോലെ കിടക്കുകയാണ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യാവൂ. ലൈക്ക് വി ആർ ലിവിങ് ഇൻസൈഡ് ഓഫ് ആൻ അയൺ കേജ്. ഒരു വിദ്യാർത്ഥി അയാൾ പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമേ പഠിക്കാവൂ. അതായത് ഇപ്പൊ അവൻ +2 വരെ സയൻസ് പഠിച്ചു കഴിഞ്ഞ് അവൻ ഒരു വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മാത്തമാറ്റിക്സാ പഠിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതകാലത്തിൽ അവൻ പഠിക്കുന്ന ഒരേ ഒരു വിഷയം എന്തായിരിക്കും? മാത്തമാറ്റിക്സ് ആയിരിക്കും. ഇപ്പൊ ഒരു പൊളിറ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പഠിക്കുന്ന ഒരേ ഒരു വിഷയം എന്തായിരിക്കും? രാഷ്ട്രീയമായിരിക്കും. സിമിലർലി ഒരു ഡോക്ടർ, ഞാൻ മുന്നേ എല്ലാ ടോക്കുകളിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡോക്ടർ ഒരിക്കലും എന്തറിയില്ല, ഒരു രാജ്യത്തിന്റെ നിയമവശങ്ങളോ ചരിത്രമോ ഒന്നും അറിയണ്ട. അയാൾ അത് അറിയേണ്ട ആവശ്യമില്ല. അയാളെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഡോക്ടറായിട്ടാണ് എന്നുള്ള കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു പഴയ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ടോളമി, അതുപോലെ തന്നെ ട്യൂസിഡിയസ്, അരിസ്റ്റോട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഫിലോസഫേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ സെയിം ടൈം അവരെന്താണ്? മാത്തമാറ്റീഷ്യൻ ആണ്, പലരും ആർട്ടിസ്റ്റുകളാണ്, അതുപോലെ തന്നെ പോയറ്റ്സ് ആണ്, ഫിലോസഫേഴ്സ് ആണ്, സയന്റിസ്റ്റ് ആണ്. അതായത് ഈ ഒരു മിക്സ്ഡ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഫേസിനെ ഇല്ലാതാക്കി കളയുക എന്നുള്ളത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മയാണ്. അപ്പം ഈ ഭാഷ അറിയുന്ന ആളുകൾ ഈ മേഖലയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നും മുഗൾ ചരിത്രം എന്ത് ചെയ്യുന്നത്? ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരു പൊതുസമൂഹത്തിന് എപ്പോഴും ഇത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് അറിയുന്ന ആൾക്കാർ മുന്നിട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ താജ്മഹലിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ്? താജ്മഹൽ നിർമ്മിച്ച ആളുടെ കൈവെട്ടി കളഞ്ഞിട്ടുണ്ട്. കൈവെട്ടി കളഞ്ഞ ഉസ്താദ് അമാനത്തുള്ള ഖാൻ ഷിറാസിയാണ് അവിടെ ഒപ്പിട്ടത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൈവെട്ടുന്നതിന് മുന്നേ ആയിരിക്കും പുള്ളിയെ ഒപ്പിട്ടത്. ലൈക്ക് എത്ര വലിയ മണ്ടത്തരങ്ങളാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് ഒരു സൈഡ് മാത്രമല്ല, ഇവിടെയുള്ള ഹിന്ദു രാജാക്കന്മാര്, ലൈക്ക് വാട്ട് എവർ, ആരൊക്കെയാണോ കഴിഞ്ഞുപോയ രാജാക്കന്മാര്, അവരെ പറ്റിയിട്ടൊക്കെ എന്തുണ്ട്? ഇത്തരം കെട്ടുകഥകളുണ്ട്. ആ കഥകളെ ഇല്ലാതാക്കണമെങ്കിൽ അവിടെ ഗഹനമായ അല്ലെങ്കിൽ വ്യക്തമായ വേരുകളുള്ള സ്പഷ്ടമായ പഠനങ്ങൾ നടക്കണം. ആ പഠനങ്ങൾ നടക്കാത്തതിന്റെ പ്രശ്നം ചരിത്ര മേഖലയിൽ ഇന്ന് വലുതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ കാലിഗ്രാഫി ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റഡീസോ? ഇതിൽ എനിക്ക് റിയലി സോറി ടു സേ, ഈ വിഷയം എനിക്ക് തന്നതിന് ശേഷം ഞാനും വിചാരിച്ചു കുറച്ച് ഒതന്റിക് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ ആർട്ടിക്കിൾസിലും അതൊക്കെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത്
അതിനെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യൻ കാലിഗ്രഫിയെ പറ്റിയിട്ട്. ജനറലി ഒരുപാട് വർക്കുകളുണ്ട്, മറിച്ചുള്ളത് പേപ്പേഴ്സ് മാത്രമാണ്, ആർട്ടിക്കിളുകൾ മാത്രമാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അല്ലാതുള്ള ഒരു കംപ്ലീറ്റ് ബുക്ക്, ഇതിനെ മാത്രം എംഫസൈസ് ചെയ്യുന്ന ഒരു ബുക്ക് എഴുതിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ലൈക്ക് ഇഫ് യു ആർ റിയലി ഫോക്കസിങ് അപ്പോൺ കാലിഗ്രഫി, സോ നിങ്ങൾ എന്തായാലും അത് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നേ, ഗൺ പൗഡർ എംപയർ, അതിന്റെ ഓതറെ പേര് ഒന്ന് പറയാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഗൺ പൗഡർ എംപയർ എഴുതിയിരിക്കുന്നത് ഹാരി ടർട്ടിൽ ഡോൺ ആണ് ഓതറിന്റെ പേര്. ഹാരി ടർട്ടിൽ ഡോൺ, ഗൺ പൗഡർ എംപയർസ്. ഷുഐബ് അല്ലേ ഇത് ചോദിച്ചത്? ആ ഷുഹൈബാണ്. ഞാൻ അതിന്റെ PDF ഷെയർ ചെയ്യാം കേട്ടോ. സോ വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ചോദിക്കുന്നില്ലെങ്കിൽ. എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ലെക്ചർ സീരീസിൽ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ നമ്മുടെ ഫൈസൽ സാറിനെ അറിയിക്കുന്നു. ഇങ്ക് ആൻഡ് ഐഡന്റിറ്റി, കാലിഗ്രാഫി ആസ് എ കൾച്ചറൽ എക്സ്പ്രഷൻ ഇൻ മിഡീവൽ ഇന്ത്യ എന്നുള്ള എന്ന വിഷയത്തിൽ ആയത്തിൽ ഉൾക്കൊണ്ട ഒരു സന്ദേശമാണ് നമുക്ക് ഇന്ന് ഫൈസൽ ഷാന്റെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് കാലിഗ്രാഫി എന്നതൊരു കല എന്നതിന് ഉപരി സംസ്കാരത്തിന്റെയും ഒരു ചരിത്രത്തിന്റെ ഒക്കെ ഒരു രൂപമാണെന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ഒരു ലെക്ചർ സീരീസ് തന്നെ ഒരുപാട് ചിന്തിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി, പഠനം, കലയെ കാണുന്ന രീതി, അതുപോലെ അതിന്റെ പാരമ്പര്യങ്ങളും അതിന്റെ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ എത്രത്തോളം മാറ്റം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നിന്ന് മനസ്സിലായത്. എനിവേ, നമ്മുടെ കാലിഗ്രാഫി ആർട്ട് സെന്ററിന്റെ ഒരുപാട് സ്നേഹവും സന്തോഷവും നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാറിനെ അറിയിക്കുന്നു. ഇതുപോലെ ഇനിയും വരാനിരിക്കുന്ന പരിപാടികൾ നമുക്ക് വീണ്ടും എല്ലാവർക്കും ഒരുമിച്ച് ഇതുപോലെ സെഷനുകൾ പങ്കുവെക്കാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ടോക്ക് സെഷൻ സംസാരിച്ച ഫൈസൽ സാർ, നമ്മുടെ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് വളരെ സന്തോഷം. ഞാൻ അന്ന് ഫർസാനോട് ചോദിച്ചിരുന്നു ഇത്തരം നിങ്ങളുടെ ടോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് ചോദിച്ചു നോക്കാമെന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ടോക്കിലേക്ക് പോകും, ഇത്രയും ആഴത്തിലേക്കുള്ള അറിവിലേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിവേ, ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ഈ ഇന്ത്യയിലെ ഒരുപാട് ചരിത്രങ്ങൾ, കാലിഗ്രാഫിയും അല്ലെങ്കിൽ ഇത്തരം ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ചരിത്രങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ത്യ ഒന്ന് ചുറ്റി കാണണം. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ചുറ്റി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിവ എല്ലാവരോടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമുക്ക് ഇത്തരം ടോക്ക് സെഷനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ടോക്ക് സെഷനുകൾ വെറുതെ ഒരു 1.5 മണിക്കൂറിന്റെ കുത്തിരിപ്പല്ല. നമ്മൾ കൃത്യമായ, എനിക്ക് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലുള്ള പല ആളുകളും നോട്ട്സുകളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. കാരണം പക്ഷെ നമ്മൾ ഇതെല്ലാം എഴുതിയെടുക്കണം. നമ്മൾ അവർ പറയുന്ന ചെറിയ പോയിന്റുകൾ എഴുതിയെടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ഏത് ടോക്ക് സെഷൻസും ആരുടെയും ഇത്തരം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സെഷൻസുകൾ ആണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തണം.
എനിവേ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതിന് ഒരു കറക്ഷൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയി. ദ ഗൺ പൗഡർ എംപയേഴ്സ് എന്നുള്ള ബുക്കിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി 5 ബുക്കുകൾ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വലിയൊരു ഒരു സീക്വൻസ് ആയിട്ട് എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. ഇതിന്റെ ഓതറിന്റെ പേര് മാർഷൽ GS ഹോഡ്സൺ എന്നാണ്. ഹോഡ്സൺ, മാർഷൽ GS ഹോഡ്സൺ. മാർഷൽ GS ഹോഡ്സന്റെ ഗൺ പൗഡർ എംപയേഴ്സ് എന്നുള്ളത് ആ ബുക്കിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. താങ്ക് യു. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇത്തരം ഈ ഒരു സെഷൻ ഇത്രയും ഭംഗിയാക്കാനും അതുപോലെ ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് ലഭിക്കാൻ തന്നെ കാരണം ഫർസാനാണ്. പ്രിയപ്പെട്ട ഫർസാന് ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സോ മച്ച്.